പ്രൈസ് ദി ലോർഡ്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചന ഭാഗത്തിനായി കർത്താവിന് മഹത്വം. വായിച്ച തിരുവചനത്തിൻ്റെ സാരാംശം ഞാൻ ഒന്ന് ബോധ്യപ്പെടുത്താം. ഈ സംഭവം നടക്കുന്ന കാലഘട്ടം സിദെക്കിയാവിൻ്റെ വാഴ്ചയുടെ 10ാം ആണ്ട്. സമാന്തരമായി മറ്റൊരു കാലയളവ് കൂടി പറയുന്നു, നെബൂഖദ്നേസറുടെ വാഴ്ചയുടെ 18ാം ആണ്ട്. രണ്ട് കാലഗണനകൾ നമ്മൾ കാണും. രണ്ട് സ്ഥലങ്ങളിൽ രണ്ടിടത്ത് ഭരിച്ച രണ്ട് രാജാക്കന്മാരുടെ വ്യത്യസ്ത കാലയളവുകളിലെ അവരുടെ ഭരണകാലം നടക്കുന്ന വേളയിലാണ് യിരെമ്യാവ് ഈ ദർശനം കാണുന്നത്. അന്ന് യിരെമ്യാവ് എന്ന ഈ പ്രവാചക ശ്രേഷ്ഠൻ യഹൂദ്യ അല്ലെങ്കിൽ യെരുശലേം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തെക്കൻ ഇസ്രായേൽ മേഖലയുടെ പരിസരങ്ങളിൽ, ആ മണ്ഡലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രവചിക്കുന്ന ഒരു ശുശ്രൂഷകനാണ്. അതേ കാലഘട്ടത്തിൽ ഏകദേശം 17 കൊല്ലങ്ങൾ നെബൂഖദ്നേസർ എന്നറിയപ്പെടുന്ന ബാബിലോണ്യ ചക്രവർത്തി യഹൂദ്യ എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തെ നിരോധിച്ചു. എന്താ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ? കേട്ടാൽ എളുപ്പമാണ്, പക്ഷേ അർത്ഥം വളരെ വലുതാണ്. ഒരു യുദ്ധതന്ത്രമാണ് നിരോധിക്കുക എന്ന് പറയുക. ഒരു യുദ്ധ ഇടപെടലാണ് നിരോധിക്കുക എന്ന് പറയുക. ചിലതരം രാജ്യങ്ങളിൽ പ്രായോഗികമല്ലാത്ത യുദ്ധമുണ്ട്. ചിലതരം രാജ്യങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത പ്രകൃതിദത്തമായ ചില പ്രശ്നങ്ങളാൽ ഒക്കെ യോഗ്യമല്ലാത്ത യുദ്ധമുണ്ട്. ഒരു ഉദാഹരണം, ആണവ ഭീഷണി ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. അണ്വായുധം പ്രയോഗിക്കാൻ പറ്റില്ല. നമുക്കൊക്കെ അണ്വായുധ ഭീഷണിയുള്ള രാജ്യമാണ്. അണ്വായുധ ഭീഷണിയില്ലാത്തൊരു രാജ്യമാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്ക. അവിടെ കൊണ്ടാരും ആണവായുധം പ്രയോഗിക്കില്ല. അതിൻ്റെ കാരണം ഞാൻ പിന്നാലെ പറയാം. ഇസ്രയേൽ അണ്വായുധ ഭീഷണി ഇല്ലാത്തൊരു രാജ്യമാണ്. അറബി രാജ്യങ്ങൾ അണ്വായുധ ഭീഷണികളില്ലാത്ത രാജ്യമാണ്. അതിൻ്റെ കാരണം അവിടെ കൊണ്ട് അണ്വായുധം ഇട്ടാൽ അവർ മാത്രമല്ല, ഇടുന്നവനും കൂടെ തീരും. അതതിലൊരു പ്രശ്നം. ആയുധം പ്രയോഗിച്ചാൽ, ഈ ചെറിയ രാജ്യത്തിലേക്ക് അണ്വായുധം പ്രയോഗിച്ചാൽ ഇടുന്ന രാജ്യം അടുത്തടുത്ത രാജ്യങ്ങളെ ബാധിക്കും. ലങ്കയിൽ ആറ്റമിക് എനർജി അല്ലെങ്കിൽ അണ്വായുധം അതുപയോഗിച്ചുള്ള ആയുധം പ്രയോഗിച്ചാൽ ലങ്കയ്ക്ക് മാത്രമല്ല അതിൻ്റെ തീവ്രത, മാലിദ്വീപ്, ഇന്ത്യയുടെ പാതി വരെയുള്ള ഭാഗങ്ങൾ ഒക്കെ അതിൻ്റെ അനുരണങ്ങളിൽ പെട്ടുപോകും. അപ്പം ഇത്തരം രാജ്യങ്ങൾക്ക് വേറെയാണ് ആ രാജ്യങ്ങൾക്ക് നേരെയുള്ള യുദ്ധതന്ത്രം. അതിലൊന്നാണ് ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റിറക്കുമതി അനുവദിക്കാതിരിക്കുക, യാത്ര അനുവദിക്കാതിരിക്കുക, കപ്പലുകളുടെ വഴി തടയുക. അപ്പോൾ കടലും കരയും ഒക്കെ പുറത്തേക്ക് പോകാത്ത വിധം സമരം ചെയ്ത് സ്തംഭിപ്പിച്ച് ആയിരക്കണക്കിന് പടയാളികളെ രാജ്യത്തിൻ്റെ പരിധിയിൽ ഇങ്ങനെ ആയുധ സന്നാഹങ്ങളോടെ നിർത്തി അകത്തും പുറത്തും കടക്കാനാവാത്ത ഒരുതരം വീർപ്പുമുട്ടിക്കലിൻ്റെ അവസ്ഥ. ആ വീർപ്പുമുട്ടിക്കലിൻ്റെ അവസ്ഥയിൽ ദീർഘവർഷങ്ങൾ ഇസ്രയേൽ ഒരുതരം ഈ പ്രതിസന്ധിയിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്റെ പേരാണ് യിരെമ്യാവ്. യിരെമ്യാവ് ദൈവവചനം പ്രസംഗിച്ചു. യിരെമ്യാവ് ദൂതറിയിച്ചു. യിരെമ്യാവ് ദൈവാലോചന പറഞ്ഞു. നമ്മളൊക്കെ ഇത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ട്? ദൈവാലോചനയും ദൂതുമൊക്കെ പറഞ്ഞാൽ. യിരെമ്യാവ് ദൈവാലോചന അറിയിച്ചാൽ അദ്ദേഹം ജയിലിൽ പോകും. ഇദ്ദേഹത്തെ കൊണ്ട് ജയിലിലിടും. യിരെമ്യാവ് ദൈവവചനം പറഞ്ഞാൽ അദ്ദേഹത്തിന് അടി കിട്ടും. അടി, ജയില്, പീഡ, പ്രതിസന്ധി ഇതൊക്കെ വന്നപ്പോൾ മനുഷ്യൻ മടുത്തു. അത് സ്വാഭാവികമാണ്. തൻ്റെ ദൂത് കെട്ടാർക്കും മാറ്റമില്ല, ആലോചന കെട്ടിട്ടാർക്കും പ്രത്യേക വ്യത്യാസമില്ല. പൗരോഹിത്യമെതിരെ തിരിഞ്ഞിരിക്കുന്നു, രാഷ്ട്രമെതിരെ തിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ അടിച്ച് ജയിലിലാക്കും. അപ്പോൾ അതേ ഓർത്തു, അങ്ങനെയാണെങ്കിൽ ഇനി പ്രവചിക്കുന്നില്ല. പ്രവചിക്കാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ. അദ്ദേഹം പ്രവചിക്കാതെ, ദൂതറിയിക്കാതെ തിരികെ വീട്ടിലെത്തി. പക്ഷെ അന്ന് പ്രാർത്ഥനാവേളയിൽ അസ്ഥികൾക്കൊരുക്കം. വചനം അദ്ദേഹത്തിൻ്റെ അസ്ഥികളെ ഉരുക്കി സ്തംഭിപ്പിച്ച് ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ താൻ പുറത്തു പറയേണ്ട ദൂത് ഒരു തീയായി ശിരാപടലങ്ങളിൽ ലയിച്ചൊരുക്കി ചേർന്നപ്പോൾ ഒന്ന് നിശ്ചയിച്ചുറപ്പിച്ചു.
ഞാൻ കത്തി സ്വയം ഇല്ലാതാകുന്നതിനേക്കാൾ യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി സുധീരം പ്രസംഗിക്കുവാൻ, സുധീരം അതൂതറിയിക്കുവാൻ, മുഖം നോക്കാതെ ദൈവത്തിന്റെ ആലോചന അറിയിക്കുവാൻ ദൈവത്തിന്റെ പുരുഷൻ ശക്തിയോടെ ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ വീണ്ടും 17 കൊല്ലങ്ങൾ നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇരമ്യ വിളിച്ചു പറഞ്ഞു, അല്ലയോ സിദെക്കിയാവേ, അല്ലയോ ഈ രാഷ്ട്രത്തിന്റെ നായക, നിന്നെ ഇതാ ബാബേൽ നിരോധിച്ചിരിക്കുന്നു. നീ യുദ്ധം ചെയ്യരുത്, തോറ്റുപോകും. ആയുധം കയ്യിലെടുക്കരുത്, തോറ്റുപോകും. കാരണം യഹോവ ബാബിലോന്യ ചക്രവർത്തിയെ ബലപ്പെടുത്തി ഒരു ഘട്ടത്തിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാകത്തിന് അവൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി അട്ടിമറിക്കാൻ കഴിയുന്ന ഒരുവനും ഉലകത്തിൽ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മഹാദൈവം എന്റെ നായകനായി, എന്റെ യുദ്ധനായകനായി, എന്നെ വഴി നടത്തുന്നവനായി, എന്നെ നിയോഗിക്കുന്നവനായി എന്നോട് കൂടെയുണ്ട് എന്നുള്ള അവബോധം നമ്മുടെ ധൈര്യമായി തീരട്ടെ. ആ ധൈര്യമാണ് പെന്തക്കോസ്തിന്റെ ശക്തി, ആ ധൈര്യമാണ് വിശ്വാസി സമൂഹത്തിന്റെ ശക്തി. 2000 ആണ്ടുകൾ ദൈവസഭയെ വളർത്തിയ ആ മഹാശക്തി ദൂതറിയിക്കുന്ന ശക്തിയാണ്, ആലോചന അറിയിക്കുന്ന ശക്തിയാണ്, അത് വെളിപ്പാടിന്റെ ശക്തിയാണ്, അത് കാഴ്ചപ്പാടിന്റെ ശക്തിയാണ്. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിലോ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഇവിടം കൊണ്ട് അവസാനിക്കാത്ത ദൈവാലോചന മഹാപ്രവാഹത്തിലാണ് വചനം പ്രസംഗിക്കുന്ന ഓരോ ദൈവദാസന്മാരും. നമ്മൾ ചെറിയ ജോലിയല്ല, മഹത്തായ ഒരു പ്രവൃത്തി. അത് സഭായോഗമാകട്ടെ, ഒരാളോടാകട്ടെ, ഒറ്റയ്ക്കിരുന്ന് പ്രസംഗിക്കട്ടെ, പരസ്യയോഗമാകട്ടെ, ഒരു മഹാപ്രവൃത്തി. ദൈവവചനത്തിന് ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശുശ്രൂഷകരുടെ നാവടയ്ക്കാൻ ഉലകത്തിൽ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ജയില് കണ്ടിട്ട് പറയാം, നമുക്ക് നേരെ ചീറി വരുന്ന ആയുധം കണ്ടിട്ട് പറയാം, നമുക്കെതിരെ ഉയരുന്ന വെല്ലുവിളികൾ കണ്ടിട്ട് ഭക്തൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, ഒരു ശക്തിക്കും ഒരു ജയിലിനും എന്റെ ദർശനത്തിന്റെ കണ്ണുകളെ പൂട്ടിക്കെട്ടാൻ കഴിയുകയില്ല. എന്റെ ചിന്തയുടെ സ്വപ്നങ്ങളുടെ ആഴങ്ങൾക്ക് വേലിക്കെട്ടുകൾ സൃഷ്ടിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇത് നമ്മുടെ കാലമാണ് പ്രിയപ്പെട്ടവരെ, പ്രവർത്തിക്കാനുള്ള കാലമാണ്. ഹല്ലേലൂയ. നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പാൻഡമിക് സിറ്റുവേഷൻ, എന്താ പറയുക, പകർച്ചവ്യാധികളുടെ കാലം, എത്ര സ്ഥാപനങ്ങൾ പൂട്ടിക്കിടന്നു നമ്മൾ കണ്ടു. ദേവാലയങ്ങൾ പൂട്ടിക്കിടന്നു, അനവധിയായ സർക്കാർ ഓഫീസുകൾ പൂട്ടിക്കിടന്നു, ചലനാത്മകമല്ലാതായി. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവസഭ നിർജീവമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല. ഒന്ന് സൂക്ഷ്മാംശങ്ങളിൽ പരതിക്ക് നമ്മുടെ വചനധ്യാനം കൂടി, നമ്മുടെ പ്രാർത്ഥന കൂടി, നമ്മുടെ ആരാധന വർദ്ധിച്ചു, ആത്മാക്കളുടെ മാനസാന്തരം വർദ്ധിച്ചു. ഞങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, ആനിക്കാട് സാറും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഉണർവിന്റെ പശ്ചാത്തലം, ഉണർവിന്റെ സാഹചര്യം അസ്വസ്ഥചിത്തമായ അന്തരീക്ഷമാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയിലും പ്രവർത്തിക്കാനുള്ള കരുത്താണ് ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ മീതെ തമ്പുരാൻ പകരുന്നത്. ഏതൊക്കെ വേലിക്കെട്ടുകൾക്ക് നടുവിലും ശക്തിയുക്തം പ്രസംഗിക്കുവാനുള്ള ഉയരത്തിലെ ശക്തിയാണ് നമ്മൾ പ്രാപിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കത്തോലിക്ക സഹോദരങ്ങളുമായിട്ട് ഒരു ഡിബേറ്റ് നടത്തി. വലിയ പ്രശ്നമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് എന്നെ ഒരു സഹോദരൻ വിളിച്ചു, അദ്ദേഹത്തിന് സ്നാനപ്പെടണം. ഹല്ലേലൂയ. 6 പേരാണ് ഒരു വീട്ടിൽ നിന്ന് ഒരുമിച്ച് സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ട് പോയി കഴിഞ്ഞ് അവിടുത്തെ ഒരു പുരോഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോയ ആൾ ഞങ്ങളുടെ ഈ മേഖലയുടെ മുഴുവൻ ഒരു ഗായകനാണ്, നിങ്ങളുടെ ദ്രോഹമൊന്നും ഞങ്ങളോട് ചെയ്യരുത്, വളരെ മോശമാണ് ചെയ്തത്. സ്തോത്രം. ഇത് ലൈവ് ചെയ്യുന്നുണ്ടെങ്കിലും പറയാതിരിക്കാൻ തരയില്ല. ആനിക്കാട് സൗണ്ട് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ഒരു മനുഷ്യൻ വിളിച്ചു, എൻ്റെ അറബി ഉച്ചാരണം തെറ്റിപ്പോയത് തിരുത്തം വിളിച്ച. ഞാൻ അറബി പറഞ്ഞാൽ എങ്ങനെ ശരിയാക്കുന്നത്? എനിക്കറിയാവുന്നൊരു ഭാഷ മലയാളമാണ്, അത് തന്നെ തക്ക സമയത്ത് ചില പദങ്ങൾ കിട്ടൂല. എൻ്റെ കാരണം ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ പൂഞ്ഞാർ മണ്ഡലത്തിലൊരു വോട്ടറാണ്, PC ജോർജാണ് ഞങ്ങളുടെ MLA. അതുകൊണ്ട് പറയാനറിയാം, പക്ഷേ തക്ക സമയത്ത് വേണ്ട വാക്ക്. പിന്നെ പ്രമേയമൊക്കെ ശക്തമായിട്ട് അവതരിപ്പിക്കും, കൊള്ളേണ്ടടുത്ത് കൊള്ളുകയൊക്കെ ചെയ്യും, പക്ഷേ നല്ല വേടൊന്നും സമയത്തിന് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ അറബി ഉച്ചരിച്ചത് തെറ്റിപ്പോയതല്ല, പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം തെറ്റിപ്പോയി. അറബിയല്ല, നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാലും തെറ്റിപ്പോവും. ഇപ്പോൾ നമ്മുടെ സാഗ്ഡോൾ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ്. നമ്മൾ സംസാരിക്കും, പക്ഷേ നമ്മൾ ഒരുമിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം, സായിപ്പ് ഇത് കേട്ടാൽ പറയും എൻ്റെ ഭാഷയും തൻ്റെ ഭാഷയും തമ്മിൽ നല്ല സാമ്യം, ഇതേത് ഭാഷയാണെന്ന് ചോദിക്കും, ഒരുപോലെ ഇരിക്കും. അങ്ങനെയാണ്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്.
അപ്പോൾ വേറൊരു കാര്യം പറയാനാണ്. ഇതൊക്കെയാണെങ്കിൽ ഞാൻ അടുത്ത കാലത്ത് സ്പാനിഷ് പരിഭാഷപ്പെടുത്തി നമ്മുടെ AC ചർച്ചിൽ. അച്ഛാ സാറ് ചോദിച്ചാൽ മനസ്സിലാവും. ഇംഗ്ലീഷാന്നോർത്ത് അവിടെ ചെന്നപ്പോൾ ഈ സാഹിബ് പറയുന്നത് സ്പാനിഷാണ്. ഇത് തന്നെ ആർക്കും പിടികിട്ടുന്നില്ല. അപ്പോൾ ഈ സ്പാനിഷ് ഇംഗ്ലീഷിലാക്കണം, ഇംഗ്ലീഷ് നമ്മൾ മലയാളത്തിലാക്കണം. ഈ 3 ഘട്ടം കൈമാറി വരുമ്പോഴേക്കും ഇതിൻ്റെ ആ ഫ്ലോ നഷ്ടപ്പെടുക. ആ രംഗമൊന്നാലോചിച്ച് സക്കായി മരത്തിൽ കീറുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ശക്തിക്ക് പറയുന്നു. ഇപ്പുറത്ത് വരുമ്പോൾ ഒരല്പകടെ ശക്തി ചോരുന്നു, എൻ്റെ കിട്ടുമ്പോൾ അത് തീരെ ചോരുക. അപ്പോൾ ഞാൻ ഒരു തവണ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ഈ ഇടനില വേണ്ട. അല്ലാതെ തന്നെ എൻ്റെ ജീവിതം മുഴുവൻ പരാജയം ഇടനിലയായിരുന്നു. അതുകൊണ്ട് മനസ്സിലായില്ലേ, ഈ ഏലിയാവിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കാക്കയാ വിഷയം. അത് തിന്നേച്ച് ബാക്കി കൊണ്ട് തരിക നമുക്ക്. അതുകൊണ്ട് ഇടനിലയുടെ കേസിട്ട് നമ്മൾ പണ്ടേ വിട്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കാം, അദ്ദേഹം സ്പാനിഷ് സംസാരിച്ചോട്ടെന്ന് പറഞ്ഞു. ഞാനിദ്ദേഹത്തോട് ഒരു വിധത്തിൽ ഇങ്ങനെ സംസാരിച്ച് ഈ പ്രസംഗ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി. അദ്ദേഹം അവിടെ സ്പാനിഷിൽ സംസാരിച്ചു, ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഇനി സ്പാനിഷ് അറിയാവുന്ന ഒരാളുണ്ടെങ്കിലും കുഴപ്പമില്ല. സ്പാനിഷ് അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് സ്പാനിഷിൽ ഒരു നല്ല പ്രസംഗം, മലയാളം അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പ്രസംഗം വേറെ. ഇത് രണ്ടും അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ഒരേ സമയത്ത് തരക്കേടില്ലാത്ത 2 പ്രസംഗം. ഇത് കഴിഞ്ഞ് അതിൻ്റെ പ്രസിഡന്റ് എന്നോട് ചോദിച്ചത് എപ്പോഴാണ് ഈ സ്പാനിഷൊക്കെ പഠിച്ചേ? സാഹചര്യമല്ലേ നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇഖ് അറ എന്നൊരു പ്രയോഗമുണ്ട്. ഇഖ് അറ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റീഡ് എന്നാണ് അറബിയിൽ, വായിക്കുക. അപ്പം മറുപടി മ അനബി ഇഖ്റീൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ എൻ്റെ അറബി കേട്ടിട്ട് ഒരു അറബി മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറിൻ്റെ അറബി ഞാൻ ഉച്ചാരണം ശരിയാക്കി തരാം, അതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് ബുദ്ധിമുട്ടില്ല. അദ്ദേഹം കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബ്രദറിൻ്റെ ഈ വീഡിയോ ഒക്കെ കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ കുറേ കേട്ടപ്പോൾ 17 വർഷം സൗദി അറേബ്യയിൽ ആൾ അറബി പ്രൊഫസറായിരുന്നു. അത് മാസ്റ്റർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞുള്ള അതാണ്, ചുമ്മാ ആളല്ല, അറബി ലിറ്ററേച്ചറാണ്. അത് ഞാൻ മദ്രാസിലായിരുന്നു. അപ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത് വീട്ടിൽ കഴിയുക, പ്രായമുണ്ട്. ഇതിന് ശേഷം ഞാൻ പോയിട്ട് വീണ്ടും എൻ്റെ മതഗ്രന്ഥങ്ങളും ഒക്കെ എടുത്തൊന്ന് പഠിച്ചിട്ട് ആ പഴയ വിശ്വാസം കിട്ടുന്നില്ല. എൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി ചോരുന്ന പോലെ ഒരു അവിശ്വാസം കയറി വരിക. നടന്ന സംഭവം ഞാൻ വൈഫിനെ കേൾപ്പിച്ചു. ലോകത്താരും വിശ്വസിച്ചാലും നമ്മുടെ പെണ്ണുങ്ങളാണ് വിശ്വസിക്കാത്തത്. ഒരു വേറെ ദൂതൊക്കെ വിശ്വസിക്കും, നമ്മൾ പറഞ്ഞാൽ വലിയ അവിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കേൾപ്പിച്ചു. അദ്ദേഹം പറയാം, ബ്രദറെ ഞാൻ ഇന്നലെ വൈകിട്ട് ജീസസിനോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ജീസസ് എനിക്ക് വലിയ സൗഖ്യം ശരീരത്തിന് തന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി രഹസ്യ ക്രൈസ്തവരെ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. അനേക അരിമത്തയിലെ യോസേഫും നിക്കോദിമോസും പിറവി കൊള്ളുകയാണ് നമുക്ക്. ഈ പാൻഡമിക് കാലത്തെ പ്രത്യേകതയാന്ന് പറയാനാവുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പാൻഡമിക് കാലത്ത് പകർച്ചവ്യാധികൾ കൊണ്ട് നിരോധനം ഏർപ്പെടുത്തിയ ഈ കാലത്ത് നമുക്ക് പ്രവർത്തിക്കാൻ ഒരു ബന്ധനവുമില്ല. പ്രവർത്തിച്ചോണം, ശക്തിയോടെ പ്രവർത്തിച്ചോണം ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. അപ്പോൾ ഇരമ്യാവിലേക്ക് വരാം. അപ്പോൾ ഇരമ്യാവ് ജീവിച്ചിരുന്ന കാലത്തെ പ്രതിസന്ധി മനസ്സിലായോ? തെക്കേ രാജ്യമെന്നറിയപ്പെടുന്ന യഹൂദ്യ ഭരിച്ച സിദെക്കിയാവ് യഹൂദ്യ ഭരിക്കുമ്പോൾ നെബൂഖദ്നേസർ എന്ന അയൽ രാജ്യത്തിലെ ചക്രവർത്തി ഈ രാജ്യത്തെ നിരോധിച്ചു. നിരോധനം നേരിടാൻ യുദ്ധസാമഗ്രികൾ തയ്യാറാക്കി പ്രതിരോധിക്കാൻ ഒരുമ്പെടുമ്പോൾ ഇരമ്യാവ് പറഞ്ഞു, പോകരുത്, തോറ്റുപോകും. തയ്യാറെടുക്കരുത്, തോറ്റുപോകും. തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യുദ്ധത്തിന് പോകരുത്. സ്തോത്രം. അപ്പോൾ ഇത് കേട്ടിട്ട് സിദെക്കിയാവിന് വിശ്വാസം വന്നില്ല. അയാൾ ഇരമ്യാവെ ജയിലിലാക്കി, കാവൽപുരമുറ്റത്ത് ജയിൽ സജ്ജീകരിച്ച് അവിടെയാക്കി. ഇരമ്യാവ് ദൂത് പറഞ്ഞു, ഈ നാട് പിടിക്കപ്പെടും, ഈ ദേശം പിടിക്കപ്പെടും. പുരോഹിതന്മാർ കയ്യാമം വെച്ച് ചാട്ടവാറിന് അടിയേറ്റു വാങ്ങി തെരുവീതിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. ബാബിലോണിന്റെ മണ്ഡലത്തിലേക്ക് തോറ്റു തുന്നം പാടിയ ഒരു വിലാപത്തിന്റെ ശബ്ദത്തോടെ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. 14 തലമുറകൾക്കപ്പുറത്ത്
ഊരിന്റെ പട്ടണത്തിൽ നിന്ന് വിശ്വാസത്താൽ യാത്ര തിരിച്ച അബ്രഹാമിന്റെ ചെറുമക്കൾ ജയാളിയായി അബ്രഹാം എന്ന വഴിത്താറയിലൂടെ കണ്ണുനീർ വാരികറിഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകുന്ന ഒരു കാലം വരും. അങ്ങനെ വിലാപത്തിന്റെ പ്രവാചകൻ സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം ദൂതായിട്ട് അറിയിച്ചപ്പോൾ പുരോഹിതന് വിശ്വാസമില്ല, രാജാവിന് വിശ്വാസമില്ല, ജനശ്രേഷ്ഠന്മാർക്ക് വിശ്വാസമില്ല. അവിശ്വാസത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുമ്പോഴും ദൂതറിയിച്ച പ്രവാചകൻ കാലത്തെ അതിജീവിച്ച് ഇന്ന് രാത്രി നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി ദൈവമക്കൾ തിരിച്ചറിയണം. കാലം എത്ര കഴിഞ്ഞാലും ദൂതറിയിച്ചതൊന്നും നിഷ്ഫലമായി പോകാത്ത വിധം ഇത് സ്വർഗത്തിൽ സ്ഥിരപ്പെട്ട വചനമാണ്. മാനുഷിക കരങ്ങൾ കൊണ്ട് തിരുത്താനാവാത്ത, മാനുഷിക ശബ്ദങ്ങൾ കൊണ്ട് മാറ്റിമറിക്കാനാവാത്ത അജയ്യമായ ആലോചനയാണ്. ഹല്ലേലൂയ. അവിടുന്ന് ഈ ഘട്ടത്തിൽ വിചിത്രമായൊരു ദൂത് പ്രവാചകൻ കേട്ടു. ആലോചന അവനോട് തന്നെയുള്ള ആലോചനയാണ്. എന്താണെന്നറിയണ്ടേ? മകനെ, നിന്റെ ഇളയപ്പനായ ഹനമയേലിൻ്റെ മകൻ, ശല്ലൂമിൻ്റെ മകൻ ഹനമയേൽ നിന്റെ അടുക്കൽ വരും. അതായത് ഇളയപ്പൻ്റെ മകൻ. അത് ദിവാസനും ഹാറും ഒക്കെ വായിച്ചപ്പോൾ ഇളയപ്പൻ എന്ന് പറയാൻ ഇച്ചിരി വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ വലിയൊരു പ്രശ്നം തന്നെ. അപ്പോൾ കണ്ണ് കാണാത്തതോ വെട്ടമില്ലാത്തതോ വായിക്കാൻ അറിയാത്തിട്ടോ അല്ല, പിന്നെന്താ, ചില സ്ഥലങ്ങൾ വരുമ്പോൾ വല്ലാതെ ചടങ്ങ്, അതുകൊണ്ട് പറഞ്ഞാണ്. ഇതങ്ങ് മാറ്റിക്കോ, വേണ്ട. അപ്പോൾ ഇളയപ്പൻ്റെ മകനായ ശല്ലൂമിൻ്റെ മകൻ ഹനമയേൽ വന്നിട്ട് പറയും, അനാഥോത്തിലെ എൻ്റെ നിലം വാങ്ങിക്കൊള്ളുക, അവകാശം നിനക്കുള്ളതല്ലോ. അങ്ങനൊരു കാര്യമുണ്ട്. ഒരു യഹൂദൻ തൻ്റെ പുരയിടം വിൽക്കുന്നെങ്കിൽ, തൻ്റെ വസ്തു വിൽക്കുന്നെങ്കിൽ അതിനൊരു നിർണയിച്ച വിലയുണ്ട്. അല്ല, ബാർഗൈനിങ് ഒന്നും പറ്റുകയില്ല. ആ വില കൊടുത്താൽ മതി, നിർണയിച്ച വില. ആ വില കൊടുത്ത് ആ സ്ഥലം വാങ്ങുവാൻ തൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും ഉണ്ടോ എന്നാദ്യം പരിശോധിക്കും. അവർക്ക് കഴിയുന്നില്ലെങ്കിൽ കസിൻസ് മതി. ബന്ധുക്കളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും. ബന്ധുക്കളിൽ ആരും വാങ്ങാനില്ലെങ്കിൽ ആ ഗോത്രത്തിൽപ്പെട്ടവനുണ്ടോ എന്ന് നോക്കും. അതും ഇല്ലെങ്കിൽ ഏതെങ്കിലും യഹൂദാ ഗോത്രത്തിൽപ്പെട്ടവനുണ്ടോ എന്ന് നോക്കും. അതുമില്ലെങ്കിൽ അന്യന് സ്ഥലം കൈമാറും. ഈ അവകാശം പോകരുത്. അതുകൊണ്ട് ആദ്യത്തെ മര്യാദ അനുസരിച്ച് അനാഥോത്തിലെ നിലം എൻ്റെ പക്കൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് ശല്ലൂമിൻ്റെ മകനായ ഹനമയേൽ വന്നിട്ട് പറയുക, നീ വാങ്ങണമെന്ന് നിന്റെ അനുജൻ്റെ, അപ്പൻ്റെ അനുജൻ്റെ മകൻ, നിന്റെ സഹോദരൻ വന്ന് നിന്നോട് പറയും, ഇത് വാങ്ങണമേ, അപ്പോൾ നീ വാങ്ങണം. ഇതാണ് ദൂത്. അതെന്ത് ഏർപ്പാടാ? ഞാൻ ഇന്നലെയാ പറഞ്ഞു ഇതെല്ലാം തകരാൻ പോവാ, ബാബിലോൺ വന്ന് പിടിക്കാൻ പോവാ, ശത്രു കൊണ്ടുപോകാൻ പോവാ, യുദ്ധത്തിന് പോകരുത്, നമ്മൾ പിടിക്കപ്പെടും, പുരോഹിതന്മാരുടെ കയ്യിൽ ചങ്ങല ധരിപ്പിക്കും, അടി കിട്ടും, നമ്മളെ കൊണ്ട് അടിമകളുടെ നാട്ടിലേക്ക് ബാബിലോണിലേക്ക് ക്രൂരമായിക്കൊണ്ടിട്ട് പീഡിപ്പിക്കും, നമ്മൾ ആ വിധത്തിൽ നമ്മുടെ തലമുറകൾ അവിടെ കിടന്ന ദീർഘവർഷങ്ങൾ തന്നെ പടവരുതേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ദൂതറിയിച്ച എന്നോട് പറയുക, ഇവിടെ സ്ഥലം മേടിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചില സ്ഥലങ്ങൾ കൊള്ളത്തില്ലെന്ന് കണ്ടാൽ അത് ചില ആളുകൾ പെട്ടെന്ന് വിൽക്കും. അങ്ങനെയാണ്. റോഡിന് വീതി കുട്ടിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിൽക്കും. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു. അപ്പോൾ ആ സൈഡിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന കടകളുമൊക്കെ പൊളിക്കാൻ വേണ്ടി ഒരു പദ്ധതി കിട്ടും. അപ്പോൾ പൊളിക്കുന്ന കടയ്ക്ക് കാശ് കിട്ടും. അപ്പോൾ നാട്ടിലൊരു മാന്യനയച്ചാൻ എന്തെന്ന് വെച്ചാൽ ഈ പൊളിക്കുന്ന കാശ് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് വീടങ്ങ് പണിതു, കട. അതിന് മുള വെട്ടി വാർത്ത്, കമ്പി ഇടാതെ മുള വെട്ടി മണ്ടയെല്ലാം വാർത്ത് ഇതിങ്ങനെ തള്ളി നീക്കി അടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷ് കിട്ടും. അല്ല, ബിരുദന്മാരായ പിള്ളേരുണ്ടായിരുന്നു. ഇവരെന്തെന്ന് വെച്ചാൽ ഈ സ്ഥലം എടുത്തില്ല, അങ്ങേ സൈഡങ്ങ് എടുത്ത് ചുമ്മാ കളിപ്പിക്കാൻ നോക്കിയാൽ ഇങ്ങനെയൊക്കെ പണി കിട്ടും. അതായി പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി തന്നെ അത് പൊളിച്ച് കളയേണ്ടി വന്നു. അങ്ങനെയാണ്. വയ്യാവേലി ഉണ്ടാക്കി വെച്ചാൽ
ചില സാധനം നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഇത് ഏതാണ്ട് പ്രതിഫലം കിട്ടുമെന്നത് കിട്ടുന്ന നമ്മുടെ നിലമണ്ടെ വീഴും, സൂക്ഷിച്ചില്ലെങ്കിൽ അതാ പ്രശ്നം. നമ്മുടെ മണ്ടെ തന്നെ വീഴും. കാരണം ഇത് മുളയിലാണ് പണിതിരിക്കുന്നതാ. പച്ചമുളയ്ക്ക് വാർത്ത കാര്യം നടക്കും. 10 മിനിറ്റ് നേരത്തേക്ക് നിൽക്കുള്ളൂ. പോട്ടെ. അപ്പോൾ ദൂത് പറഞ്ഞു ഈ നാട്ടിലൊന്നും വിജയിക്കില്ല, ഇവിടെ ഒന്നും നടക്കുകയില്ല. അവനോട് പറയുക, പിറ്റേന്ന് നീ അവിടെ തന്നെ സ്ഥലം വാങ്ങണം. അവിടെ തന്നെ സ്ഥലം വാങ്ങി അത് തൂക്കിക്കൂട്ടണം വില. തൊട്ടടുത്ത ദിവസം ഹനമയേൽ വന്നു. കഴിഞ്ഞ രാത്രി ആലോചന കിട്ടി, നിന്റെ ഇളയപ്പൻ്റെ മകൻ അവിടെ വരും. ഇന്ന് ആലോചന കിട്ടി. അവിടേക്ക് അവൻ വന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദരാ, അനാഥത്തിലെ എൻ്റെ നിലം വാങ്ങണം. അവകാശം നിനക്കുള്ളതല്ലോ. അവനോട് ചോദിച്ചു, വില എന്താകും? അതിനെഴുതിക്കുക, ന്യായവും പതിവും അനുസരിച്ച് 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് ആധാരങ്ങളെ എഴുതി മുദ്ര വെച്ചു, ഒപ്പിടിവിച്ചു, സാക്ഷികളെ വരുത്തി, അവിടെ നിന്ന് ആളുകളെയൊക്കെ വരുത്തി. ഈ ആധാരം ചുരുട്ടി ഭദ്രമാക്കി. അവരൊക്കെ നാട്ടിൽ 2 ആധാരമുണ്ട് ഒരു ഭൂമിക്ക്. 2 പേരുടെ പേരിലല്ല, ഒരാളുടെ പേരില. അത് പറയാൻ ഒത്തിരി നേരം വേണം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് മുളന്തണ്ടിലോ മൺഭരണിയിലോ സൂക്ഷിച്ച് അടച്ച് സീൽ ചെയ്ത് വെക്കുക. ഒന്ന് അത് തുറക്കില്ല. ഈ ആധാരം തുറക്കുന്നത് നിർണായക ഘട്ടത്തിലാണ്. നിർണായക ഘട്ടത്തിൽ, അവകാശ തർക്കം ഉറ്റി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ആധാരം തുറക്കും. ആധാരം തുറക്കുന്നത് ഭീതിജനകമായ ഒരു ഓർമ്മയാ. ഇതിനാ വെളിപ്പാടത്തിൽ പറഞ്ഞത്, പുസ്തകം തുറക്കാനും മുദ്ര ഭേദിക്കാനും യോഗ്യനായി ഞാൻ ആരെയും കണ്ടില്ല. മനുഷ്യശാഖിക്ക് ഭവിക്കാനിരിക്കുന്ന ജീവിത വിപത്തുകളെക്കുറിച്ച് എഴുതി വെച്ച ഈ ഗ്രന്ഥച്ചുരുൾ ഭേദിക്കാൻ യോഗ്യനായി കാണാതിരിക്കെ ഇതാ ഒരുവൻ പറയാ, കരയണ്ട, ഇസ്രയേൽ ഗോത്രത്തിന്റെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ, ദാവീദിന്റെ വേരായവൻ പുസ്തകവും അതിലെ മുദ്രയും ഭേദിപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം അടച്ചു വെച്ച ആധാരം തുറക്കാൻ പാടില്ല, അധികാരമുള്ളവനെ പറ്റൂ. അതാ യിരെമ്യാവ് ഇത് സജ്ജീകരിച്ചിട്ട് ഈ തുറന്ന ആധാരം രണ്ടും ബാരൂക്കിൻ്റെ കയ്യിൽ കൊടുത്തു. ഈ ബാരൂക്ക് രായസക്കാരനാണ്. എന്താ രായസക്കാരനെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്നിട്ടൊരു പയ്യൻ പറഞ്ഞു, ഒരു ആളിനെ പരിചയപ്പെടുത്തി വഴിക്ക് പറഞ്ഞു, ബോസ് കുട്ടി MDU-കാരൻ അമ്മച്ചിക്ക് അറിയാമെന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, എവിടെ? അവൻ ഈ മുക്കൂട്ടക്കാരനാണ്. ഞാനവനെ ചെറുപ്പം മുതലേ അറിയുന്നില്ല. ഞങ്ങളുടെ അമ്മയോട് ഒന്നോട് പറയാ, ബോസ് കുട്ടി MDU-കാരനാണ്. അമ്മ പറഞ്ഞു, ഞാനവനെ ചെറുപ്പം മുതലേ അറിയുന്നത്, അവൻ ഈ മുക്കൂട്ടക്കാരനാണ് എന്ന് പറഞ്ഞില്ല. രായസക്കാരൻ മനസ്സിലായി. മലയാളമാണ് അർത്ഥം. ഈ പകർത്തി എഴുതുക, ക്ലാർക്കാ, പ്രൈവറ്റ് സെക്രട്ടറി, പറയുന്ന കേട്ട് എഴുതുക, എഴുതാൻ വരിക. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇതെല്ലാം കൊടുത്തു. ഇസ്രയേലിൽ 3 തരം ആളുകളുണ്ട് ഈ ജോബ്. അതായത് ഒരുത്തനെ വേലക്കാരൻ എന്ന് പറയും, കൂലിക്കാരൻ എന്ന് പറയും, പിന്നെ ബാല്യക്കാരൻ. ഇങ്ങനെ 3 ടൈപ്പാണ്. വേലക്കാരനുണ്ട്, ബാല്യക്കാരനുണ്ട്, കൂലിക്കാരനുണ്ട്. കൂലിക്കാരൻ എന്ന് പറഞ്ഞാൽ ഡെയിലി വേജസാ, തൊഴിലുറപ്പെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. 6 മണി നേരത്തും 3 മണി നേരത്തും 9 മണി നേരത്തും വന്നിട്ട് കൂലി ഒരുപോലെ. അതാണ് കൂലിക്കാരൻ. വേലക്കാരനുണ്ട്, സാലറിയാണ്, മാസശമ്പളം. ഇനി ബാല്യക്കാരനുണ്ട്, പ്രൈവറ്റ് സെക്രട്ടറി, അവൻ വീട്ടിലെ അംഗം പോലാണ്. ഇതുപോലൊരാളാണ് ബാരൂക്ക്. ബാരൂക്ക് വന്നിട്ട് നിഴൽ പോലെ നടക്കുക ദൈവപുരുഷൻ്റെ കൂടെ. ഇതെല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, ഞാൻ വാങ്ങിയ അനാഥോത്തിലെ നിലം കാലമേറെ കഴിയുന്ന ശേഷം സമ്പൽ സമൃദ്ധി കൊണ്ട് തമ്പുരാൻ അനുഗ്രഹിക്കും. മാത്രമല്ല, ഇതൊരു സൂചനയാ. ഇവിടെ ഇനിയും വിൽപ്പന നടക്കും, ഇനിയും വാങ്ങൽ നടക്കും, ക്രയവിക്രയങ്ങൾ നടക്കും, ഭൂമി പതിവ് നടക്കും. മനുഷ്യ ജീവിതം പഴയതുപോലെ വീണ്ടും പവിത്രമാക്കി മാറ്റിക്കൊണ്ട്, സുസജ്ജമാക്കി മാറ്റിക്കൊണ്ട്, നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു പുനരുദ്ധാരണത്തിന്റെ ഘട്ടം വരും എന്ന് പറഞ്ഞ് അഡ്വാൻസായി ഈ ദുരന്ത ഭൂമിയിൽ സ്ഥലം വാങ്ങാൻ തന്റെ മകനോട് ദൈവം കൊടുത്ത ആലോചനയുടെ കാരണമെന്ത്? ഇതാ തകർന്നു കിടക്കുന്ന ഭൂമി ആരും വാങ്ങാതിരുന്നപ്പോൾ ഭക്തരോട് പറയുക, അരുളപ്പാട് എന്റെതെങ്കിൽ, ആലോചന എന്റെതെങ്കിൽ,
ഒരിക്കലും നന്നാവില്ലെന്ന് കരുതുന്ന മണ്ഡലങ്ങളെ ശക്തീകരിക്കാൻ ഞാൻ നിന്റെ പ്രവൃത്തിയെ ഉപയോഗിക്കുന്ന ദൈവമാണ്. ഒരു വിധത്തിലും ഉദ്ധരിക്കപ്പെടാത്ത മേഖലകളിൽ നീ ഇതാ മുതൽ മുടക്കിക്കൊള്ളുക, നീ ഇതാ പ്രവർത്തിച്ചു കൊള്ളുക, നീ ഇതാ സജ്ജനായിക്കൊള്ളുക, നീ ഇതാ ഇറങ്ങിത്തിരിച്ചു കൊള്ളുക. ദൈവത്തിന്റെ മക്കളെ, ആരും നിർവഹിക്കാനാവാത്ത കരുത്തുറ്റ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന മഹാദൈവം. അതുകൊണ്ട് വിശ്വാസത്താൽ പറയാം, ഈ വരൾച്ച കണ്ട് ഞാൻ തോൽക്കൂല, ഈ യുദ്ധഭീഷണി കണ്ട് ഞാൻ തോൽക്കൂല, ഈ പ്രതിസന്ധി കണ്ട് ഞാൻ പിന്തിരിഞ്ഞോടൂല. ഒരു കാലഘട്ടം വരാൻ പോകുന്നു, ബാബിലോണിന്റെ ശക്തികളുടെ പടയോട്ടങ്ങൾ നിലച്ചിട്ട് ഇരട്ടി ബലത്തോടെ, ഇരട്ടി ശക്തിയോടെ, ഇരുട്ട കരുത്തോടെ ഞങ്ങൾക്ക് മുൻപട പിൻപട കാവലായിരുന്നു കൊണ്ട് യുദ്ധനായകനായവന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു ശുഭയാത്ര, ഞങ്ങൾക്കൊരു മടക്കയാത്ര അത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇരമ്യാവ് സ്ഥലം വാങ്ങി. ഇരമ്യാവ് സ്ഥലം വാങ്ങിയിട്ട് ദൂതെന്താ, ഇവിടെ ഇനി മുന്തിരിത്തോട്ടം ഉണ്ടാകും, ഇവിടെ ഇനി ഒലിവ് തോട്ടങ്ങളുണ്ടാകും, ഫലപുഷ്ടിയുള്ള ഈ മണ്ണിൽ ഇനി വിളവും ശേഖരവും കൊയ്ത്തുമൊക്കെ നടക്കും. ദൂതും വാഗ്ദത്വമൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ തൊട്ടടുത്ത ഘട്ടത്തിൽ നെബൂഖദ്നേസർ ചക്രവർത്തിയുടെ ശക്തമായ ആക്രമണത്തിനൊടുവിൽ മഹത്തായ യെരൂശലേം ദേവാലയം നിലംപൊന്തി. ദേവാലയത്തിലെ പൊൻവെള്ളി പാനപാത്രങ്ങളും വിശേഷപ്പെട്ട വസ്തുക്കളും ശത്രു കൊള്ളയടിച്ചു. ചെറുത്തു നിന്ന പടയാളികളെ വാളിന്റെ വായ്ത്തലയ്ക്ക് അരിഞ്ഞു വീഴ്ച്ചു. പുരോഹിതന്മാരെ യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് വലിച്ചിറക്കി ചാട്ടക്കടിച്ചു, ഉന്തിത്തള്ളി വലിച്ചിടച്ച് ബാബിലോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവർ പോകുന്ന പോക്കിൽ ബെന്യാമിൻ്റെ അതിർ കടന്നു. ബെന്യാമിൻ്റെ അതിർ, ഈ ബെന്യാമിൻ്റെ അതിരിങ്കൽ സേൽ സഹിൽ റാഹേലിൻ്റെ കല്ലറയുണ്ട്. ആ കല്ലറ ഇവിടെ കിടക്കുക. ഈ കല്ലറയുടെ മുമ്പിലൂടെയാണ് ഇസ്രായേൽ മക്കളുടെ യാത്ര. ഈ രംഗം കണ്ടിട്ട് ഇരമ്യ പറയുക, റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു. മത്തായി പിന്നത് കോട്ടി ചെയ്യുന്നുണ്ട്. റാമയിലൊരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. ആ വചനം നിവൃത്തിയാകാൻ സംഗതി വന്നു. ആ വഴി വിചരിച്ചാൽ നമുക്കൊത്തിരി നേരമെടുക്കും. ബാബിലോണിൽ പോയി ഇസ്രായേൽ മക്കൾ. ഇരമ്യാവിൻ്റെ നിലം ശത്രു ചവിട്ടി ഉഴുതുമറിച്ച് ഒന്നിനും കൊള്ളാത്ത നിലയിലാക്കി. ആഴ്ചകൾക്കപ്പുറത്ത് ദൈവാലോചന കെട്ട് വാങ്ങിയ ഭൂമിയാ, ദൂത് കെട്ട് ഇറങ്ങിത്തിരിച്ചതാ, ആലോചന കെട്ട് ഇറങ്ങിത്തിരിച്ചതാ. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ശത്രു ഇതാ ഇതുവഴി തേരോടിക്കുന്നു. ഇതാ ഇവിടെ എല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് ഈ മണ്ണ് മുഴുവൻ ഉഴുതുമറിച്ചിരിക്കുന്നു. കേട്ട ദൂതൊന്ന്, നിവൃത്തി മറ്റൊന്ന്. പലപ്പോഴും പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലതൊക്കെ സംഭവിക്കുമ്പോൾ മനസ്സിലൊരാശങ്ക, ഹൃദയത്തിലൊരു വേദന. എത്ര ചിലവിട്ടിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര കണ്ണീരൊഴുക്കിയിട്ടും പ്രതീക്ഷ പോലെ ചിലത് തളിർവിടാതിരിക്കുമ്പോൾ ഭക്തൻ പറഞ്ഞുകൊള്ളണം, ഇതുകൊണ്ടൊന്നും ഞാൻ തോൽക്കില്ല. അറിയിപ്പ് തന്നവൻ, ദൂത് തന്നവൻ, ആലോചന തന്നവൻ ഉയരത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വാക്കാണ് എന്റെ ബലമെങ്കിൽ, അവിടുത്തെ ആലോചനയാണ് എന്റെ ശക്തിയെങ്കിൽ, ആ വാക്ക് കേട്ടാണ് ഞാനിത് വാങ്ങിയെങ്കിൽ, എന്റെ നഷ്ടങ്ങളെ, എന്റെ ദുഃഖങ്ങളെ, എന്റെ പരിമിതികളെ ഒക്കെ മാറ്റിക്കൊണ്ട് ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ ഈ നിലം ഒരിക്കൽ ഫലവത്താകുന്ന, സുദൃഢമാകുന്ന ഒരു കാഴ്ച കാണാൻ ഈ കണ്ണുകൾ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിച്ചാട്ട ദൈവത്തിന്റെ മക്കളെ, നിരാശയുടെ ഘട്ടങ്ങളെ താണ്ടി അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതിപ്പിടിപ്പിക്കാൻ കരയുന്ന പ്രവാചകന്റെ ഹൃദയത്തോട് തമ്പുരാൻ കൂടിയിരിക്കുന്നെങ്കിൽ, അവന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആലോചനയുണ്ടെങ്കിൽ, ഇവിടെ ഉഴുതുമറിച്ചത് കണ്ടൊന്നും അവന് വേദനയില്ല. ഒരു കൊല്ലല്ല, നീണ്ട 70 കൊല്ലം. നോക്കണേ, നമ്മൾ വേദപുസ്തക കണക്കനുസരിച്ച് ഒരു തലമുറ എന്ന് പറയുന്നത് 40 വർഷമാണ്. അതിനുശേഷം ഈ 30 കൊല്ലം കൂടെ 70 കൊല്ലം ഇസ്രായേൽ മക്കൾ ബാബിലോണ്യ അടിമനുഖത്തിൽ അതിദുഃഖിതരായ ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോമാരുണ്ട്. വേറൊരു കാര്യം കൂടെ, അന്ന് ജീവിച്ചിരുന്നൊരു പ്രവാചക ശ്രേഷ്ഠൻ്റെ പേരാ എസക്കിയേൽ. അദ്ദേഹം പുരോഹിതനാ. പക്ഷേ പുരോഹിതനായിരിക്കുന്ന ഒരാള് ശത്രുവിൻ്റെ നാട്ടിൽ ചെന്നാൽ വല്ല റോളും ഉണ്ടോ?
ഇപ്പോൾ ഞങ്ങൾ ദൈവാസന്മാരാണ്, നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് ഞങ്ങൾ ഈ ദൈവാസന്മാരാകുന്നത്. ഞാൻ അതിന് പകരം ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു രാജ്യത്ത് ചെന്നിട്ട് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ വേറൊരു സംസ്ഥാന പ്രസിഡൻ്റുണ്ട്. അന്നേരം നമുക്കൊരു കാര്യം മനസ്സിലാകും. ചില ദിവാസന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയല്ല. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒത്തിരി കഥകൾ. നമ്മളെ എങ്ങാണ്ട് കളക്ടറാക്കാൻ പോകണം. നമ്മളൊന്നും എറണാകുളത്തിൻ്റെ കളക്ടറൊന്നും ആക്കാൻ പോകുന്നില്ല. ഇത് എറണാകുളം ജില്ല, കോട്ടയല്ലേ ഇത്? ഇവിടെ വേറെ കളക്ടറുണ്ട്, നമ്മൾ കളക്ടറൊന്നും ആകത്തില്ല. ഇവരൊക്കെ പറയാതെ ഇത് തന്നെ ആയത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ് പറഞ്ഞാൽ മതി. സ്തോത്രം. ഇതന്നെ ആയത് ആ വലിയ കരുണയാണ്, അത് പറഞ്ഞാൽ മതി. സ്തോത്രം. അന്നായി എസക്കേലിന് മനസ്സിലായത് ഈ ഉടുപ്പും പൗരോഹിത്യ വേഷമൊക്കെ കണ്ടിട്ട് അവിടെ ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഒരൊറ്റ മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാനത് മനസ്സിലാക്കിയതേ, ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവ് മരിച്ചു, സാറിൻ്റെ കൂട്ടുകാരൻ്റെ ഫാദറാണ്. CPM-ൻ്റെ ഒരു വലിയ നേതാവ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. അപ്പം അദ്ദേഹം മരിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ അവിടെയൊക്കെ കാണാനായിട്ട് ചെന്ന് നിൽക്കുക. ഒരൊറ്റ മനുഷ്യൻ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. കുമ്പനാടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആളുകൾ നോട്ടോ, ഏതാണ്ട് വിശേഷ വസ്തുവിനെ കാണില്ല. ബോംബിടാൻ വന്നോല നമ്മളങ്ങോട്ട് പോകുന്നു, ദേ പോകുന്നു, ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, 100 കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഈ കുമ്പനാടും മുളക്കുഴയും പാക്കിലൊക്കെ കൺവെൻഷൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ നോക്കുക, അതേ അവരാ വന്നിരിക്കുന്നു കേട്ടോ, ആ പുള്ളിയാണ്, ഈ പുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിവർക്ക് അറിയാം. അപ്പോൾ നമ്മളൊന്ന് വിഷ് ചെയ്തു, ഇനി പോന്നു. എനിക്ക് ആദ്യമായിട്ടാണ് മനസ്സിലായത്, ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മത്സരത്ത് നമ്മൾ നിന്നെടുത്ത് അവിടെ ആർക്കാണ്ട് അനിൽക്കൊടുത്തോടത്തെ അറിയാമോ? ഒരു പാവം മനുഷ്യനവിടെ നിൽപ്പുണ്ട്, കയറി കണ്ടോന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് ഇങ്ങനെ നോക്കി വെച്ച് തിരിച്ചു പോന്നു. നമ്മുടെ ഇടയിൽ നമ്മളെയൊക്കെ അറിയത്തുള്ളതായി പറഞ്ഞു വന്നേ. പിടി കിട്ടിയോ? കണ്ടോ, നമുക്കൊരു സന്തോഷമില്ല. മനസ്സിലായോ? വൈക്ക സെൻ്റർ ആയതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ അറിഞ്ഞു പോകുന്നത് പറഞ്ഞാൽ മതി. അതിനപ്പുറത്തോടൊന്നും നമ്മളില്ലെന്നേ. നമ്മൾ ആരും അല്ല, ഇത് ആര് പറഞ്ഞു നമ്മൾ ആരാണ്ട് പുള്ളികളാണ് സ്വയം തോന്നുക. ആശാൻ അവിടെ ചെന്നു, പുരോഹിതൻ അവിടെ ചെന്നപ്പോൾ അയാളെ അടിമുടി അവരെ നോക്കിയിട്ട് ഓർത്തു, ഏതാണ്ട് ചെപ്പടി വിധിയും കൊണ്ട് വന്നാ. മനസ്സിലായില്ലേ? ഈ മാജിക്കാരൻ്റെ ഒരു വേഷം പോലെ അവർക്ക് തോന്നി, ഈ ഉടുപ്പുമല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അങ്ങനെ തോന്നിപ്പോയി. എൻ്റെ മോള് 3 വയസ്സുള്ള സമയത്ത് അതിൽ സാൽവേഷൻ ആർമി കയറിപ്പോയി. അയ്യോ പോലീസ് വരുന്നു, പിന്നെ കാറി കൊണ്ടൊരു ഓട്ടമാണ്. ഓടി വീട്ടിൽ കയറി, പോലീസ് വരുന്നുണ്ട്. അദ്ദേഹം സുവിശേഷം പറയാൻ ലേക്കാണ്ട് പോയാൽ നല്ല മനുഷ്യനാണ്. പക്ഷേ അപ്പോൾ പോലീസ് വരുന്ന ഒരൊറ്റ ഓട്ടമായിരുന്നു. എന്താ കാര്യം? ചില വേഷവിധാനങ്ങൾ കണ്ടാൽ നമ്മുടെ ചിന്ത സംഭവം ഏതോ വലിയ സംഭവം. പുരോഹിതൻ അവിടെ ചെന്നു, മേലങ്കി ധരിച്ച് ആചാരവസ്ത്രം ധരിച്ച് അംശവടി പിടിച്ച് ഇങ്ങനെ നിൽക്കുക. പിള്ളേരെല്ലാം വന്ന് നോക്കിയിട്ട് പോയി, ഇതെന്താ സംഭവം? പക്ഷേ എസക്കേൽ പറയാ, പക്ഷേ എന്നെക്കൊണ്ട് ഊഴിയവേല ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇട്ടു. കണ്ടോ, ദാനിയേലിനെയൊക്കെ എവിടെ ഇട്ടേ? കൊട്ടാരത്തിനകത്ത് ജോലിക്ക്. അതാ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു പിള്ളേർക്ക്. അവരെ അവിടെ എടുത്ത് ചൊല്ലിത്തും അറിയാവുന്നതിനെ എങ്ങോട്ട് വിട്ടു? കപ്പയ്ക്ക് കളിക്കാൻ വിട്ടു, പൊക്കോളാൻ പറഞ്ഞു. പിടിയിട്ടും അല്ല, നമ്മൾ ഈ ഡിപ്ലോമ കൊണ്ടൊന്നും കാര്യമില്ല. BD MGH ഒന്നും കാര്യമില്ല സാറേ. MGHും BD ഇവിടെയാണ്, വേറെ ആർക്കും അറിയത്തില്ല സംഭവം എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ജോലിക്ക് വിട്ടു. പ്രവാസികൾ ജോലി ചെയ്ത് മരിച്ചു വീഴുന്ന കാഴ്ച കണ്ടു. ഈ ശവങ്ങളെ യഹൂദൻ തന്നെ കാലിൽ തട്ടിക്കൊണ്ട് കത്തിച്ച് കളയാ, വേറെ വഴിയില്ല. ക്രൂരമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പണ്ട് ഹിറ്റ്ലർ ഒരുക്കിയില്ലേ, ഇതിന് സമാനമായ അന്തരീക്ഷം കണ്ടു. ആ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോഴാ പുരോഹിതന് മനസ്സിലായത്, ആലയത്തിൻ്റെ 4 ജോലികൾക്കുള്ളിലെ ധൂപക്കുറ്റിയുടെ വീശോ ഇസ്രയേലേതിൻ്റെ പാപം മോചിച്ചു എന്ന് പറയുന്ന അനായാസ പ്രസംഗമോ അല്ല ശുശ്രൂഷ. അതിനപ്പുറത്ത് എന്തൊക്കെയോ ചിലതുണ്ട്, ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നവൻ ആദ്യമായി മനസ്സിലായി. ചുറ്റുമൻ കണ്ട കാഴ്ചകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ നിരാശപ്പെട്ടു. അന്ന് ആ ജനങ്ങൾ ഇരമ്യാവിൻ്റെ ദൂതിൻ്റെ വില മനസ്സിലാക്കുന്നത്, നിന്റെ ദൂതിൻ്റെ വില മനസ്സിലാകുന്ന ഒരു കാലം, എൻ്റെ പ്രസംഗത്തിൻ്റെ ശക്തി മനസ്സിലാകുന്ന ഒരു കാലം, ഞാൻ പാടിയതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന ഒരു കാലം, ഈ ലോകം പകച്ചു പോകുന്ന ഒരു കാലം അതിതാ സമാഗതമാകാൻ പോകുന്നു. അനുഭവിക്കാൻ ഈ ലോകം കാത്തിരിക്കുമ്പോൾ ഭക്തനൊരു പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ വെളിപ്പാട് പുസ്തകം ഇപ്പം അങ്ങനെ പറയാറില്ല. അടുത്ത ദിവസം ഇത് എവിടെയെങ്കിലും പറയണമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നടക്കരുത്. കാരണം ഞാനിത് പറയാൻ പോയാൽ അത് വേറെ വിഷയമാണ്. അതുകൊണ്ട് ദൈവരാജ്യമുണ്ട്, മൃഗത്തിൻ്റെ രാജ്യമുണ്ട്. 6ാമത്തെ
അഞ്ചാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ രാജ്യത്തിൽ സിംഹാസനത്തിൽ ഒഴിച്ചു. അത് ഇരുണ്ടുപോയി. ഇരുണ്ടൊരു ലോകം വരാൻ പോവാ. സേറ്റനിക്ക് ആധിപത്യത്തിൻ്റെ മീതെ ദൈവം തന്നെ ന്യായവിധി അയക്കാൻ പോവാ. അതിനൊത്തിരി സിറ്റുവേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ചില ആളുകൾ നിമ്മ വിഷയം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അത് പുറത്തോട്ട് വിടാത്തത്. ഈ അഭിപ്രായ വ്യത്യാസം മാറി പറഞ്ഞ ഉടനെ നമ്മളെ കൊല്ലാൻ പ്രാർത്ഥന നടക്കുന്ന ആളുകളുണ്ട്. ഇതുണ്ട്, പേടിച്ചൊന്നുമല്ല. പേടിച്ചല്ല, ഉത്തമയത്തി പറയല്ലേ, പ്രേമത്തിന് ഇഷ്ടമാകുവോളോ അതിനെ ഉണർത്തരുതെന്ന് പറഞ്ഞ പോലെ സമയം വരുന്നുണ്ട്. അന്നേരം ചെയ്യാൻ അവിടെ ഇരിക്കട്ടെ. സ്തോത്രം. അപ്പം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. ഈ ഇരമ്യാവ് പ്രവചിച്ച പ്രവചനം പോലെ ദൈവപുരുഷന്മാർ ബാബിലോണിൽ പീഡിപ്പിക്കപ്പെടുക. ആ പീഡയുടെ നടുവിൽ എസെക്കിയേൽ ഒത്തിരി പ്രാർത്ഥിച്ചു, വളരെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാഴ്ച, ആ കാഴ്ച കണ്ടുകൊണ്ടാണ് എസെക്കിയേലിൻ്റെ പ്രവചനം തുടങ്ങുന്നത്. എസെക്കിയേൽ പറയുക, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികൾ അടിമകളുടെ ഇടയിൽ ഒരടിമയെപ്പോലെ കഷ്ടം സഹിച്ച് ത്യാഗം സഹിച്ച് അവരിൽ ഒരുവനായി അവിടെ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മഹത്തായ യെരൂശലേം ദേവാലയത്തിന്റെ 4 ചുവരുകൾക്കകത്ത് വെച്ച് കിട്ടാത്തൊരു കാഴ്ചയ്ക്ക് അവൻ എന്നെ കൊണ്ടുചെന്നിട്ട് ഇടം കണ്ടുവോ, മരിച്ചു വീഴുന്ന 10,000 നടുവിൽ എന്നെ കൊണ്ടിട്ടു. അവിടെ വെച്ചൊരു കാഴ്ച ഞാൻ കണ്ടു. തുറക്കപ്പെട്ട സ്വർഗം. ആ തുറക്കപ്പെട്ട സ്വർഗമാ ഭക്തന്റെ ജീവിതത്തിന്റെ ആനന്ദ നിർഭരമായ കാഴ്ച. അത് കണ്ടിറങ്ങിയവന് തോറ്റുപോകാൻ ഇടവരാത്ത വിധത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു മഹാദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ മാർഗദർശകൻ. ഹല്ലേലൂയ. അവിടുന്ന് ഈ പ്രവചനമെല്ലാം നിറവേറി. എന്നിട്ട് ദൈവം തൽസമയത്ത് ഒരു ജനനായകനെ ഉണർത്തി. സെരുബ്ബാബേൽ, നെഹമ്യ, എസ്ര, ഈ 3 പേരുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ഘട്ടം ഘട്ടമായി തിരിച്ചു വന്നു. വാഗ്ദത്ത ദേശത്ത് തിരിച്ചു വന്നു. വാഗ്ദത്ത ദേശത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ, തകർന്നു കിടക്കുന്ന പുരയിടങ്ങൾ, ദേവാലയത്തിൻ്റെ ചുവരുകളൊക്കെ ഇടിഞ്ഞ് തകർന്നടിഞ്ഞ ശൂന്യതകൾ കണ്ട് പലരും കണ്ണീരൊഴുക്കിയപ്പോൾ ഇസ്രായേൽ മക്കളിൽ ചിലരെങ്കിലും ശുഭകരമായി അന്ന് പേർഷ്യൻ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് മടങ്ങി വന്ന ഒരുവനിൽ നിന്ന് വാർത്ത കറിഞ്ഞു, എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ നാട്? ഉത്തരം പറഞ്ഞത് കേട്ട് നെഹമ്യാവിരുന്ന് കരഞ്ഞു. ഊടാടി സഞ്ചരിച്ചിട്ട് നാട്ടുവിശേഷം കൊണ്ടുവന്ന, വർത്തമാനം കൊണ്ടുവന്ന മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ നാട്? യെരൂശലേം എങ്ങനെ നിൽക്കുന്നു? ദേവാലയം എങ്ങനെ കിടക്കുന്നു? പ്രിയപ്പെട്ടവരെ, ആലയം എന്നിവിടെ പറയുന്നത് കേവലം കെട്ടിടമല്ല. പുതുനിയമത്തിന്റെ ഭാഷയിൽ ചുറ്റു ശ്രദ്ധിച്ചാട്ടെ, മാതൃസഭ എങ്ങനെ നിൽക്കുന്നു, ഡിസ്ട്രിക്ട് എങ്ങനെ നിൽക്കുന്നു, ദൈവത്തിന്റെ ജനം എങ്ങനെ നിൽക്കുന്നു, അത് കണ്ട് കണ്ണീരൊഴുക്കാൻ കഴിയുന്ന, ഇടിവിൽ നിൽക്കാൻ കഴിയുന്നവരെ കൊണ്ട് അവൻ ദൈവസഭ പണിയിക്കുന്നത്. അവരാണ് ദൈവസഭയുടെ കരുത്ത്. വചനം പറയാ, ഇത് കേട്ടപ്പോ നെഹമ്യാവായ ഞാൻ ഇരുന്ന് കരഞ്ഞു. ഒരു കാര്യം ഓർത്തോ, തമ്പുരാന്റെ പാദപീഠത്തിൽ നിന്ന് കരയുക, പൊതു പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇടപെടുക, 2 ദൗത്യമാണ് ചെയ്തത്. ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒരു ഉടവാൾ കയ്യിൽ ധരിച്ചുകൊണ്ട്, അരയിൽ വാൾ ധരിച്ചുകൊണ്ട് ആരോ എതിരെ നിൽക്കുന്നു. എന്റെ ജോലിക്കെതിരെ, എന്റെ കർത്തവ്യ നിർവഹണത്തിനെതിരെ എന്ന ജാഗ്രതയോടെ ഭക്തൻ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഭക്തനൊരു കാര്യമറിയാം. പാനപാത്രം കയ്യിലെടുത്ത് രാജാവിന് ഒഴിച്ചു കൊടുത്ത ശീലം മാത്രമേ ഉള്ളൂ. ഈ കരങ്ങൾ പോരാ യുദ്ധം ചെയ്യാൻ. പക്ഷെ എന്റെ വകത്താരിൽ ഒരു ആത്മാർത്ഥത ഇരമ്പുന്നു. എന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന ഒരു ധൈര്യം എന്നെ ഭരിക്കുന്നു. അതുകൊണ്ട് സൻബല്ലത്ത് വരട്ടെ, തോബിയാവ് വരട്ടെ, ഞാൻ തോറ്റുകൊടുക്കാത്ത ഒരു ദൃഢനിശ്ചയത്തിന്റെ കരുത്ത് എന്റെ അന്തരംഗങ്ങളിൽ ഒരു ഉണർവായി പരിലസിക്കുന്നു. ഭക്തന് തോൽവിയില്ല, ദൈവമക്കൾക്ക് തോൽവിയില്ല. അങ്ങനെയാ സൻബല്ലത്തും തോബിയാക്കും വന്നേ. എങ്ങനെ എന്നാ പറഞ്ഞ വന്നേ? മോശപ്പെട്ട കാര്യം പറഞ്ഞല്ല വന്നേ. എന്താ പറഞ്ഞേ? ഫണ്ട് വേണ്ടത് തരാമെന്നും പറഞ്ഞു. ക്യാഷ് തരാം, സ്പോൺസർ ചെയ്യാം. നല്ല കാര്യമാണ്. നമ്മൾ ചെല്ലി ഈ സ്പോൺസർ എന്ന് കേൾക്കുമ്പോഴേ സ്പോന്ന് കേട്ടാൽ മതി, താഴെ വീഴും, മാങ്ങിപ്പോവും. അങ്ങനെയാ, അങ്ങനൊരു പ്രശ്നമുണ്ട്.
എന്നാൽ ഇതെല്ലാം കിട്ടുന്ന ചോദിച്ചാലോ ഉള്ളല്ലേ, പണിക്ക് ഞങ്ങൾ കൂടാം. രമ്യ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഫണ്ട് വേണ്ട, സ്പോൺസർഷിപ്പ് വേണ്ട. പിന്നെ പറഞ്ഞു നിന്നെക്കുറിച്ചൊരു പരാതിയുണ്ട്. എന്താ? നീ രാജാവിനെതിരെ ആളെ കൂട്ടുന്നു. നെഹമ്യാനറിയാം എന്നെ വിട്ടത് രാജാവാണ്. രാജാവിനെതിരെ എന്ന് പറഞ്ഞാൽ വിലപ്പോവില്ല. അത് കഴിഞ്ഞ് ഒറ്റപ്പണി ചെയ്ത് നൊവദ്യ എന്നു പേരായ ഒരു വ്യാജ പ്രവാചകിയെ ചട്ടം കെട്ടി നിർത്തി. ആര് വിളിച്ചു? നെഹമ്യാവ് ചെന്നു. നെഹമ്യാവ് ചെന്നിട്ട് നെഹമ്യാവിനോട് ദൂത് പറഞ്ഞു, സംഗതി പാളും. നെഹമ്യാവ് ആ ദൂത് അവസാനം വരെ കേട്ടുന്നു. ഈ ട്രോൾ ചെയ്യുന്ന പോലെ ഇന്ന് പിള്ളേർ എല്ലാം കേട്ട് കഴിഞ്ഞ് അവസാനം പറഞ്ഞു ഇത് ചുമ്മാ നടക്കാൻ പോകുന്നില്ല. ലാസ്റ്റ് പറഞ്ഞ് നടക്കത്തില്ല, നിന്നെ യഹോവ അയച്ചിട്ടില്ല, നിനക്ക് സാധിക്കില്ല. എന്നെ അയച്ച ഒരു ദൈവമുണ്ട്. നിന്റെ വാക്ക് കെട്ടെൻ്റെ മനസ്സ് മന്ദീഭവിക്കില്ല. നിന്റെ വാക്ക് കെട്ടിട്ട് ഞാൻ പിന്തിരിഞ്ഞോടില്ല. നെഹമ്യാവ് പറയുന്നൊരു വാക്യമുണ്ട്, എന്നെപ്പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? ഓരോ ഭക്തനും ശത്രുവിന്റെ നെഞ്ചത്ത് വിരൽ കുത്തിക്കൊണ്ട് തോൽവിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയട്ടെ, എന്നെപ്പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? ആലോചനയുള്ളവൻ, പ്രാർത്ഥിച്ചവൻ, തമ്പുരാന്റെ തിരുസന്നിധി കരഞ്ഞവൻ, ആലോചന പ്രാപിച്ചവൻ, ദൂത് പ്രാപിച്ചവൻ, എന്നെപ്പോലെ ഒരുത്തൻ ഓടിപ്പോകാൻ കഴിയില്ല, തോറ്റു തുന്നം പാടാൻ കഴിയില്ല, ഓടിപ്പോകില്ല. എന്നിട്ട് പറയാ, ആകയാൽ എന്നെ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പറയാ, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ, ഇന്ന് രാത്രി നമുക്കും ഞങ്ങൾ എന്ന ശബ്ദത്തോട് ചേർന്ന് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം. ഐക്യആത്മാവിൽ പറയാം, അവന്റെ ദാസന്മാരായ ഞങ്ങൾ, ഞങ്ങൾ അവന്റെ ദാസന്മാരായ ഞങ്ങൾ ചേർന്ന് പണിയും. ഹല്ലേലൂയ. ക്ഷമിക്കണം, ഈ മഹാത്മജി അംബേദ്കറും തമ്മിൽ ഭയങ്കര ഉടക്കാൻ, എന്നും ഉടക്കാം, ഏറ്റുമുട്ടല. അപ്പം മഹാത്മജി അംബേദ്കറോട് ചോദിച്ചു, മിസ്റ്റർ അംബേദ്കർ, ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ വന്നിട്ട് നിങ്ങൾ എപ്പടി ബ്രിട്ടീഷുകാരുടെ പക്ഷത്ത് നിൽക്കുന്നല്ലോ തോന്നുന്നല്ലോ, എന്ത് നമ്മുടെ കൂടെ നിൽക്കാത്ത, രാജ്യസ്നേഹം ഇല്ലാത്ത, സ്വരാജ് ആ ബോധമില്ലാത്ത? അംബേദ്കർ പറഞ്ഞു, മഹാത്മജി, ഞങ്ങൾക്കൊരു രാജ്യമില്ല, പിന്നെ ഞങ്ങളെങ്ങനെ ഞങ്ങളുടേതെന്ന് പറയും? ഞങ്ങൾക്ക് രാജ്യമില്ല, ഞങ്ങൾക്ക് പ്രസ്ഥാനമില്ല, ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടേത് എന്ന് പറയും? ഞങ്ങളുടേതെന്ന് പറയത്തക്ക വിധം ഞങ്ങളെ ഇതിനുള്ളിൽ ആരും ഉൾക്കൊണ്ട് കാണുന്നില്ല. പക്ഷെ കാലവേറെ കഴിഞ്ഞു. ഭരണഘടനാ സഭയിൽ അംബേദ്കറെ നിർത്തി. നോമിനേഷനൊക്കെ കൊടുത്തിട്ട് പരാജയപ്പെടുത്താൻ മഹാത്മജി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്, തോറ്റുപോയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പ്രചോദിപ്പിച്ചാണ് അംബേദ്കർ ഭരണഘടന നിർമ്മാണ സഭയിലെത്തുന്നത്. അന്ന് രസകരമായൊരു കാര്യം ഉണ്ടായി. അദ്ദേഹം താമസിച്ചൊരു ലോഡ്ജുണ്ട് ഇതിനൊക്കെ വേണ്ടി, ഒരു വീട് വാടകയ്ക്ക്, ഒരു പാർസിയുടെയാണ്. അപ്പോൾ പാർസി സുന്ദരനായ സുമുഖനായൊരു മനുഷ്യനെ കാണുന്നുണ്ട്, അദ്ദേഹത്തോട് ഇങ്ങനെ ഇടപെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പാർസി ഒരു ദിവസം അറിഞ്ഞു ഇയാൾ അൺടച്ചബിളാണ്, അയിത്ത ജാതിക്കാരനാണ്, ഈ സൂട്ടും കൂട്ടുമൊക്കെ നടക്കുന്നുള്ളൂ. അദ്ദേഹം വന്നിട്ട് ഇതെല്ലാം പെട്ടിയിലെടുത്ത് എറിഞ്ഞു. അന്ന് പാർലമെൻറ്റിലെ ഡിബേറ്റ് എന്താണെന്നറിയോ? പാർസികളുടെ അവകാശങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്ക് പോയി മനുഷ്യൻ. അന്നാ പുള്ളി പെട്ടിയെടുത്ത് എറിഞ്ഞ്, എന്നെ ഇവിടെ കാണല്ലോ, പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ വികാരം അദ്ദേഹത്തെ ഭരിച്ചില്ല. പാർസികളെക്കുറിച്ചുള്ള ചർച്ചയിൽ തന്നെ ഇറക്കി വിട്ട മനുഷ്യനെക്കുറിച്ച്, ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഉള്ള വികാരമല്ല ഭരിച്ച വിവേകം. അദ്ദേഹം ഭരണഘടനയിൽ വ്യക്തമായി പാർസികളുടെ അവകാശം എഴുതി സ്ഥാപിച്ചു, അവർക്ക് എന്ത് കൊടുക്കണം. ഞാനിത്തരം പറഞ്ഞെന്താണെന്നറിയോ? ഭരണഘടന അനവധി ചർച്ചകൾക്ക് ശേഷം സ്ഥാപിതമാകുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആമുഖം നിങ്ങൾ പഠിക്കണം. എന്ത് പറഞ്ഞാൽ എവിടെന്നറിയോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു രാജ്യമില്ല. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുമ്പോൾ പറയാ ഇന്ത്യൻ പൗരന്മാരായ ഞങ്ങൾ. ഇത് പറയാൻ പറ്റിയ എന്തുകൊണ്ടാണെന്നറിയണ്ടേ? ഭരണഘടന വന്നുകൊണ്ടാണ്. ചിലപ്പോഴൊക്കെ ആളുകൾ പറയുന്നത്, പി സി ജോർജും പറയുന്നത് കേട്ടു, ഈ രാജ്യത്ത് ഭൂരിപക്ഷ ജനത ന്യൂനപക്ഷ ജനതയോട് വളരെ ഉദാരതയാണ് കാട്ടുന്നത്, സ്നേഹമാണ് കാട്ടുന്നത്, ആദരവാണ് കാട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റിയില്ല. മറുപടി ഇത്രേ ഉള്ളൂ,
ഒരു ഭൂരിപക്ഷ ജനതയുടെയും ഉദാരതയിലല്ല നമ്മളിവിടെ നിൽക്കുന്നത്. ഉദാരതയല്ല അതിൻ്റെ ആധാരം. ആരുടെ ഔദാര്യം? ഉദാരത. അപ്പോൾ ഇച്ചിരി കട്ടിയായിപ്പോയി. ഔദാര്യം. ദിസ് ഈസ് അവർ റൈറ്റ്. ഇത് പൗരൻ്റെ അവകാശമാണ്. പ്രൈസലോ. ചുമ്മാ ഉദാരതയൊന്നും ആവശ്യമില്ലെന്നേ. അതൊക്കെ കൈവച്ചോ. ഉദാരത വേണേൽ നമ്മൾ അങ്ങോട്ട് തരാം. എത്ര എടുക്കുന്ന എടുത്തോ, ഉദാ പിടിച്ചോ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തുടക്കത്തിൽ ഇന്ത്യൻ പൗരൻ എന്ന് പറയത്തക്ക ആർജവം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കിയ അദ്ദേഹം. ഇതൊക്കെ നമുക്ക് പരസ്യത്തിൽ പറയേണ്ട കാര്യമാണ്. പോട്ടെ, നമുക്ക് അന്നേരം സംസാരിക്കാം. അവിടെ അതിൽ അടുത്ത വിഷയത്തിലേക്ക് വരാം. എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? നെഹമ്യ അസ്തിത്വം നഷ്ടപ്പെട്ടെടുത്ത് നിന്നുകൊണ്ട് ഒരു ജനതയെ കരിപ്പിടിപ്പിച്ചു. സേമൊക്കെ തിരിച്ചു തന്നു. ഓരോരുത്തരും തങ്ങളാൽ കഴിയാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ തൻ്റെ സമൂഹത്തിന് കൊടുത്തു. ഞാൻ കർത്താവിൻ്റെ ദാസന്മാരോടൊക്കെ പറയാറുണ്ട്, ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചർച്ചിലെ പാസ്റ്ററായി, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി, പ്രസിഡൻ്റായി, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റായി, ഡിസ്ട്രിക്റ്റ് എനിക്ക് എന്ത് തന്നു എന്ന ചോദ്യത്തിനപ്പുറത്ത് ഈ ഡിസ്ട്രിക്റ്റിന് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വളരെ ഉള്ളൂ. പലപ്പോഴും നമ്മൾ എന്നെക്കുറിച്ച് തന്നെ പറയല്ലോ, എൻ്റെ ജീവിത പശ്ചാത്തലം നേരിട്ടറിയാവുന്ന അപൂർവം ചിലരിവിടുണ്ട്. എൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ഒത്തിരി പ്രവർത്തിച്ചു, 30 കൊല്ലമായി ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ പോയി. പക്ഷെ തിരിച്ചൊരു കാര്യം, ഞാൻ എന്ത് ഇൻവെസ്റ്റ് ചെയ്തുവോ അതിൻ്റെ എത്രയോ മടങ്ങ് എനിക്ക് ഈ സമൂഹം തിരിച്ചു തന്നു. അതാരും പറഞ്ഞു കേൾക്കുന്നില്ല. ഞാൻ എന്ത് ഇൻവെസ്റ്റ് ചെയ്തുവോ അതിൻ്റെ 1000 മടങ്ങൊന്നുമല്ല ഈ ചെറിയ കരം കൊണ്ട് നന്മ കൈപ്പറ്റിയത്. ഈ നന്ദിയുടെ എന്തിനാ സൗകര്യങ്ങളെ പറയുന്നത്? ചിലർ പറഞ്ഞു വന്നാൽ ഇവിടെ ഏറ്റവും മോശമാണ്, ഈ സമൂഹം മുഴുവൻ മോശമാണ്, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അപ്പുറത്തെ ശരിയല്ല. നോ, പറയാൻ പാടില്ല. പ്രൈസലോ. വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് നിങ്ങൾ എന്ത് ചിലവിട്ടോ, എങ്ങനെ പ്രവർത്തിച്ചോ, എന്ത് ഊർജ്ജം ഇവിടെ വിന്യസിച്ചോ, 1-2 10,000 കണക്കിനായിട്ട് തിരികെ വാങ്ങിയ കരം കൊണ്ട് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി നമുക്ക് കർത്താവിനെ സേവിക്കാൻ സാധിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, തിരികെ ഓരോ ഘട്ടം ഓരോരുത്തരും ചെന്നു. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? നെഹമ്യാവിൻ്റെ ഇളകിമറിഞ്ഞ മണ്ണിൽ കാട് പിടിച്ച് മുള്ളു പടർന്ന് അവിടെ കിടപ്പുണ്ട്. 17 ശെക്കൽ വെള്ളി വിലയ്ക്ക് വാങ്ങിയ ആ മണ്ണ് അവിടെ കിടപ്പുണ്ട്. ആർക്കും വേണ്ടാതെ അവിടെ കിടപ്പുണ്ട്. ആർക്കും എടുക്കാൻ പറ്റാത്ത, ആർക്കും എൻക്രോച്ച് ചെയ്യാനാവാത്ത, ആർക്കും കയ്യേറാനാവാത്തൊരു പ്രശ്നമുണ്ട്. മറ്റൊന്നുമല്ല, അടഞ്ഞ ഒരാധാരം എവിടെയോ സൂക്ഷിക്കപ്പെട്ടു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിൻ്റെ ആഴങ്ങൾ പഠിച്ചാൽ ഒരു ഡിറ്റക്റ്റീവ് നോവൽ പോലെ ആ കാര്യങ്ങളുടെ പോക്ക്. കണ്ടുപിടിക്കണം ഈ ആധാരം എവിടാണെന്ന്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ഗുണമുണ്ട്. അവിടെ നമ്മുടെ നാട്ടിൽ വല്ലവൻ്റെ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ആ അതിരിനാഞ്ഞിൽ കുഴിച്ച് വെച്ച് അങ്ങോട്ട് കയറുകയാണ്, അങ്ങോട്ടങ്ങ് കയറിയേക്കാണ്. അതിന് തന്നെ കുഴിച്ച് വെക്കും. അതുകൂടാതെ വേറൊരു പണിയുണ്ട്. നമ്മൾ മലയാളിക്ക് എല്ലാവരും ഗുണമുണ്ട്, സ്വന്തം പറമ്പ് വൃത്തിയായിട്ട് കിടക്കണം. പക്ഷേ ഇതെല്ലാം കൊണ്ട് തട്ടുന്ന എവിടാ? ചക്കമടൽ കൊണ്ട് അങ്ങോട്ട് തട്ടിയേക്കുക. മനസ്സിലായോ? ഇപ്പോൾ അതിനൊക്കെ കേസ് വരും. അമേരിക്കയിലൊക്കെ പണ്ടേ കേസാ. അതാ സ്ഥിതി. അപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റില്ല, മറ്റൊരുവൻ്റെ ഭൂമി കിളച്ചൊന്നും എടുക്കാൻ പറ്റില്ല, ഉഴുതെടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഭൂമി നിങ്ങൾ കൈവശമാക്കിയാൽ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ തലമുറ വന്നിട്ട് 2 കാര്യം കൈ കാണണം. ഒന്ന്, അവരെൻ്റെ മകനാണെന്ന് തെളിയിക്കുന്ന ഒരു വംശാവലി റിപ്പോർട്ട് വേണം. പിടികിട്ടോ? 2, വസ്തു അവൻ്റെയാണെന്ന് തെളിയിക്കുന്ന ഒരടഞ്ഞ ആധാരം. ഉറപ്പുള്ളതാ, അത് തുറക്ക പോലും വേണ്ട, അതങ്ങോട്ട് കൊടുക്കും. സംശയമുണ്ടെ തുറന്നോളാൻ പറയും. തുറന്നു പോയാൽ സംഭവിക്കുന്ന കാര്യം, തെറ്റിദ്ധരിപ്പിച്ചവൻ, അന്യായമായി അപകരിച്ചെടുത്തവൻ ആരായിരുന്നാലും അവൻ്റെ പ്രാണനില്ലാതാകും. ഇതുകൊണ്ട് ആ പുസ്തകം തുറക്കാൻ ആരെയും കണ്ടില്ലെന്ന്. വീണ്ടും അതിലേക്ക് തന്നെ വരിക. സ്തോത്രം. ആ വഴിക്ക് എൻ്റെ ഈ നാളുകളെ പഠനം മുഴുവൻ പോകുന്നത്. ഇത് തുറന്നു പോയ ഗതിയടാ. ഇതങ്ങോട്ട് കാട്ടിയിട്ട് ചങ്കുറപ്പോടെ പുരോഹിതന്റെ മുമ്പിൽ 4 ആളുകളെ വിളിച്ചു കൂട്ടിവിട്ട് പറയും, എൻ്റെ അപ്പൻ്റെ അവകാശത്തിൻ്റെ മണ്ണായത്, എൻ്റെ അപ്പൻ പ്രാപിച്ച മണ്ണായത്,
ജയിലിൽ കിടക്കവേ 17 വെള്ളി അങ്ങോട്ട് തൂക്കിക്കൊടുത്തിട്ട് വില കൊടുത്ത് വാങ്ങിയ ആധാരത്തിന്റെ കുറിപ്പ ഈ അടച്ചു വച്ചിരിക്കുന്നത്. തുറന്ന് പരിശോധിക്ക്, ഇതെന്റെയാ എന്ന് പറയാൻ പാകത്തിന് ഇരമ്യാവിന്റെ ഒരു പുതിയ തലമുറ. ദൈവത്തിന്റെ ദാസന്മാരെ, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മക്കൾക്ക് വലിയ ഡെപ്പോസിറ്റ് ഉള്ളവരൊന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ മറിക്കാൻ വേണ്ടിയല്ല എനിക്ക് ചോദിക്കുന്നത്. അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പണമെല്ലാം കരുതി വെച്ച് ചിലരെ കണ്ടാൽ ഈ ഉള്ള ഭാവം തോന്നും. ഒരു പാട്ടുണ്ടല്ലോ, ഒന്നുമില്ലായ്മയിലും, ചിലൻ്റെ ഭാവം അങ്ങനെ, ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ, അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ കാര്യം നിശ്ചയിച്ച് ഉറപ്പിക്കുന്നത് നടക്കുന്നതൊക്കെ എങ്ങനെയാണ്? വിശ്വാസത്തല തർക്കം വേണ്ട. അത് അങ്ങനെയാ നമ്മുടെ ജീവിതം എന്ന് പഠിപ്പിക്കാനാ ദൈവം എപ്പോഴും നമ്മളെ മറ്റു ചില കാര്യങ്ങളിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അപ്പൻ വീതം വെച്ച് തരുമ്പോഴും ചങ്ങല വലിക്കുമ്പോഴും ഒക്കെ നമുക്കല്പം കുറഞ്ഞു പോകാൻ കാരണം മനസ്സിലായോ? കർത്താവ് പഠിപ്പിക്കുക, കുഞ്ഞെ നിൻ്റെ വഴി അതിലൂടെങ്ങും അല്ല, നിൻ്റെ വഴിയേ ആ വഴിക്കല്ല, അതല്ല നിൻ്റെ വഴി. അതുകൊണ്ട് പലർക്കും ഒരു സന്തോഷമില്ല. സത്യം പറഞ്ഞാട്ട് അപ്പൻ വെച്ച് തരുന്ന വീതമല്ല ജോയിലിന് അത് കണ്ടൊരു സന്തോഷം വരുന്നില്ല. അവൻ ചിരിച്ചുകൊണ്ടുള്ളതുകൊണ്ട് ഈ പല്ല് ഞറങ്ങുന്ന ഇവിടെ കേൾക്കാം. അപ്പൻ തരുന്ന വീതമല്ല, മാതാപിതാക്കൾ തരുന്ന സൗജന്യമല്ല. തിരിച്ചും പറയാം, മക്കളോടും പറഞ്ഞേക്കാം. ഞാൻ മക്കളോടൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ പ്രായമായി കഴിഞ്ഞ് ഞാൻ ആരോടോ പറഞ്ഞു, ഈ വണ്ടിയൊക്കെ എടുക്കണേ നേരത്തെ എടുത്തോളാം. ഇല്ല, നമ്മൾ ഈ 90-ാം വയസ്സിൽ മോൻ വണ്ടി ഓടിച്ച് നമ്മളെയും കൊണ്ട് അവനും അവൻ്റെ ഭാര്യയും കൂടെ പോവാം. നമ്മൾ പിന്നെ അവർക്ക് ഇത് ഒരു പുരാവസ്തു കയറി ഇരിക്കുക എന്നും പറഞ്ഞു ഇവൻ കൊണ്ട് കിടക്കുന്നു. ഇതാ സ്ഥിതി. അതുകൊണ്ട് വണ്ടിയോ കാറോ ഒക്കെ എടുക്കണേ, എൻ്റെ ഭാഷ നേരത്തെ എടുത്തോണം. അല്ലേ എന്താ സ്ഥിതി എന്നറിയോ? പിള്ളേർക്ക് നമ്മളൊരു പുരാവസ്തു, അതാ വിഷയം. അവരെയും കുഴപ്പമില്ല, അവനും ഭാര്യയും പോകുന്നത് നമ്മൾ സൈഡിൽ ഇരിക്കുക പറഞ്ഞാൽ പ്രയാസമാണ്. ഇറക്കി വിടാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് വലിയ പാടാ. അപ്പോൾ മക്കളോടും പറയാനുള്ളത് ഇതാണ്, മക്കളെ നിങ്ങളെ ആ ശമ്പളം വഴിയല്ല അപ്പൻ്റെ നിലനിൽപ്പ്, ഭക്തൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരാറാകുമ്പോഴേക്ക് നമുക്കിത് വേണ്ടാതെ വരും. അതാ സത്യം. പ്രായം കഴിഞ്ഞു പോയി, അതാ കാര്യം. അതാ അതിൻ്റെ സത്യം. മക്കളെ വളർത്തുന്നൊന്നും ഇങ്ങോട്ടൊന്നും കിട്ടാൻ വേണ്ടിയല്ല. ആ മോഹമൊക്കെ വിട്ടേക്ക്. ഭക്തൻ്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ, ഭക്തൻ്റെ കാര്യം. മക്കളെ പഠിച്ചു, ഭൗതിക അപ്പൻ്റെ കരങ്ങളിൽ കൂടി എന്നും അവരെ ആശ്രയിച്ച് നിൽക്കുകയല്ല. എൻ്റെ മക്കൾ എന്നോട് ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ നിരന്തരം ചോദിക്കുക. പുള്ളിക്കാരി ആ ജോലിയല്ല അവരെ ഏൽപ്പിച്ച, ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തു എന്ന് പറഞ്ഞല്ലേ. ഞാനൊരു ദിവസം പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ കമ്പനിയൊന്നുമല്ല ഗോദ്രേജിൻ്റെ, നീ പറയുന്ന പോലെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ. പെണ്ണുങ്ങളുടെ വിചാരം നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. പോരട്ടെ കേട്ടോ. ജോണി പാസ് ഉണ്ടോ അവിടെ? ഇതെവിടെ ഇരിക്കുന്നു? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് അനിൽ പാസ്സായി സാറേ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോരട്ടെന്ന്. എന്നിട്ട് അവസാനം നമ്മൾ ചോദിക്കും, നിങ്ങളിവിടെ എനിക്ക് എന്നാ ഉണ്ടാക്കി തരുന്നത് സജി പാസ്സേ? ലാസ്റ്റ് ചോദിക്കുന്ന നിങ്ങളെനിക്ക് എന്നാ? ഞാനൊരു മർമ്മം കൂടെ പറയാം, ക്ഷമിക്കണം. ഒരു മർമ്മമാണ് പറയുന്നത്. ഈ ബൈബിൾ എടുത്താൽ ഭക്ഷണം കഴിച്ചിട്ട് കണക്കുണ്ട്. പുരുഷന്മാരുടെ എണ്ണം 5000. സ്ത്രീകൾ കഴിച്ച കണക്ക് ബൈബിളിലുണ്ടോ? ഇല്ല. അതെന്താ കാര്യം എന്നറിയണ്ടേ? ഈ സ്ത്രീകൾ കഴിക്കുന്നതിന് കണക്കുമല്ലോ ഉണ്ടോ എന്ന് ആലോചിച്ച്. അത് കൂടുതൽ ജാസ്തി ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഈ കൊച്ചു അമ്മമാരാണ്, ചെറിയ അമ്മമാർ, 20, 22, 25 വയസ്സൊക്കെ ഉള്ള അമ്മമാർ ഈ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഓമനത്തിങ്കൾക്കിടാവോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഓമനത്തിങ്കൾക്കിടാ ഓ എന്നൊക്കെ കേൾക്കുന്നത്. കാരണം ഈ കുഞ്ഞിന് കൊടുക്കുന്നത് ഇങ്ങോട്ട് പോവാ 5:1, അതാ കണക്ക്. ഇങ്ങനെ 1 കുഞ്ഞിനും കൊടുക്കും. എന്നിട്ട് നമ്മോട് പറയാ, അച്ഛാ ഇത് ഇവിടെ ഒരു പിടി. അയ്യടാ, ഈ കുഞ്ഞ് കഴിക്കാനുള്ള മധുരമെല്ലാം കറക്കി കളിച്ചേച്ച് പറയാ, ഇവിടെ ഒരു പിടി. അവൻ്റെ പോരാട്ടം, അത് പോരാട്ടമല്ല, ഭക്ഷണം. അത് കുറയ്ക്ക്. ഈ രാജ്യം രക്ഷപ്പെടാനുള്ള വഴിയാണ്, വൈക്കം സെൻ്റർ രക്ഷപ്പെടാനുള്ള വിവരങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോട്ടെ. അപ്പം നമ്മുടെ അനുഗ്രഹം ഇതുവഴിയാണെന്നൊന്ന് പറഞ്ഞാൽ പോട്ടെ. അപ്പം തിരിഞ്ഞു വന്നപ്പോൾ ഈ മണ്ണിങ്ങനെ കിടക്കുക. പ്രൂവ് ചെയ്യാൻ സാധനം കൈ വേണം, അറിയാം. തെളിവില്ലേ ആരും അംഗീകരിക്കില്ല. തെളിവ് വേണം. പ്രൂവിന് പേപ്പർ വേണമെന്ന് കയ്യിൽ. നമ്മൾ ആരാണെന്ന് തെളിയിക്കാൻ പേപ്പർ വേണം. അതുമായിട്ട് വല്ല ബന്ധമുള്ളവർ അങ്ങോട്ട് പോക്കണം, ഇവിടെ ഉള്ളവർ ഇവിടെ ശ്രദ്ധിച്ചിരുന്നു, അതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചോട്ടെ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പ്രൂവ് സ്വന്തം കയ്യിലിരിക്കെ അത് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തണം യുവർ ഐഡന്റിറ്റി. ഇത്രയും കാട്ടിക്കൊടുത്താൽ
ആരെങ്കിലും ഇത് അപകരിച്ചു വച്ചാൽ അവന്റെ മീതെ ശിക്ഷ വരും, അവന്റെ മീതെ ന്യായവിധി വരും, അവനെതിരെ സമൂഹം തിരിയും. അതുകൊണ്ട് അന്യന്റെ ഒന്നും ഇസ്രായേൽ മക്കൾ ഇങ്ങനെ അപകരിക്കില്ല. പിരമ്യാവിൻ്റെ ഭൂമി അങ്ങനെ കിടക്കുക. ഒരു മാർമിക സത്യം പറയാം പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈ ജോഗ്രഫിയൊക്കെ അത്യാവശ്യം പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു ചെറിയ രാജ്യം ഇസ്രായേൽ, ഏകദേശം 120 മൈൽ വിസ്തൃതിയാണ് ഈ രാജ്യത്തിന്. അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ കാണും. കേരളത്തിൻ്റെ പാതിയല്ല, അതിൽ കൂടുതൽ വലിപ്പമുണ്ട്. ചില ആലപ്പുഴ ജില്ലയുടെ വലിപ്പം അത്രയല്ല, അതിലേറെ വലിപ്പമുണ്ട്. തൃശ്ശൂർ വരെ വലിപ്പമുണ്ട്. ട്രിവാൻഡ്രം മുതൽ തൃശ്ശൂർ വരെ വലിപ്പം വരുന്ന ഒരേകദേശ ഭൂമിശാസ്ത്രം. കേരളം പോലൊക്കെ തന്നെയാണ്, വീതി അല്പം കുറഞ്ഞൊക്കെ കിടക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കേൾക്കണം. ഈ രാജ്യം 48 സ്വതന്ത്രമായി. സ്വതന്ത്രമായ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ അവരുടെ പ്രസിഡന്റിന് കൊടുക്കാൻ ബൊക്കെ കൊടുക്കണം. ബൊക്കെ കൊടുക്കാൻ പൂക്കളില്ല. എങ്ങോട്ട് തിരിഞ്ഞിട്ടും മരുഭൂമിയാണ്, പൂക്കളില്ല. പ്ലാസ്റ്റിക് പൂ പറ്റില്ല. എന്ത് ചെയ്യുന്നറിയണ്ടേ? പാരീസിലേക്ക് പ്രത്യേകിച്ചൊരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അതിൽ പൂക്കളും ബൊക്കെയൊക്കെ വരുത്തി പ്രസിഡന്റിന് പൂക്കൾ കൊടുത്ത രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ആ രാജ്യം ഭരണാധികാരി ചുമതലയേറ്റു. ഇത് ആദ്യം വിട്ട ഓർഡർ പൂക്കൾ കൃഷി ചെയ്യുന്നതിന് സൗജന്യ വെള്ളം, സൗജന്യ വിത്ത്, സൗജന്യ വൈദ്യുതി. സംഭവിച്ച കേൾക്കണം. ലോകത്തേറ്റവും അധികം പൂക്കൾ കയറ്റി അയക്കുന്ന 2ാമത്തെ രാജ്യം. പൂവിൻ്റെ വില അറിഞ്ഞല്ലേ മനസ്സിലാകൂ. 700-750 റുപ്പിയാകും മുല്ലപ്പൂവിൻ്റെ ഒക്കെ വില. സമ്പന്നമാണ് രാജ്യം. തീർന്നില്ല, അടുത്തൊരു കാര്യം കൂടി കേട്ടോ. അവിടെ ഗലീലിയ കടൽ എന്നറിയപ്പെടുന്ന ഒരു ശുദ്ധജല തടാകമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. ഈ തടാകത്തിലെ വെള്ളം ഒരു ദിവസത്തിന് 1 ഇഞ്ച് എന്ന കണക്കിന് താഴാൻ തുടങ്ങി. 1 ഇഞ്ച്. അത് ചെറിയൊരു കാര്യമല്ല. ഒരു ദിവസത്തിൽ 1 ഇഞ്ച് വെള്ളം ഒരു കാശ്മീർ ഏരിയയിൽ താഴോട്ട് പോയി കഴിഞ്ഞുള്ള സ്ഥിതി ആലോചിച്ച്. അപ്പോൾ ഇവിടേക്ക് ഫ്രാൻസിലെയും ഇറ്റലിയിലെയും അമേരിക്കയിലുമൊക്കെ ഗവേഷകർ വന്നിട്ട് 95-ാം ആണ്ടോടെ ഈ രാജ്യം ഈ വെള്ളം വറ്റിയിട്ട് വെള്ളത്തിന് ഇവർ ഏറ്റവും വില കൊടുക്കുന്ന ഒരു രാജ്യമാകും എന്ന നിരീക്ഷണം നടത്തിയ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കൊടുത്തു. അവർ വിട്ടില്ല. മെഡിറ്ററേനിയൻ കടലിലെ ഉപ്പുവെള്ളം പമ്പ് ചെയ്ത് ആ ഉപ്പുവെള്ളം ടാങ്കിൽ നിറച്ചിട്ട് ഒരു ഭാഗത്തു നിന്ന് ഉപ്പ് വേർതിരിച്ചെടുത്തു. ലവണങ്ങളും ധാതുക്കളുമൊക്കെ വേർതിരിച്ചെടുത്തിട്ട് ശുദ്ധജലം ഗലീലിയ കടലിലേക്ക് തിരികെ ഒഴുക്കിയിട്ട് ദിവസത്തിന് 1 ഇഞ്ച് വീതം താഴുന്ന സ്ഥാനത്ത് ഈ രാജ്യം വറ്റിവരണ്ടു പോകും എന്ന് നിരീക്ഷണം നടത്തിയ രാജ്യങ്ങളിലേക്ക് വെള്ളം കയറ്റി അയക്കുന്ന രാജ്യമായി മാറി. എന്താ മനസ്സിലായി? ഇനിയും കൊണ്ട് പറയാനേറെ. ഇതെത്രയും പറഞ്ഞെന്താ ചെയ്യണ്ടേ? ഇന്ന് ഇരമ്യാവിൻ്റെ അനാഥത്വത്തിലെ ആ കൃഷിനില ഒന്ന് ചെന്ന് കണ്ടാൽ പ്രവചനം പഠിച്ചവൻ തലയിൽ കരം വെച്ചു പോകും. തമ്പുരാനെ, സമ്പദ് സമൃദ്ധി കൊണ്ട് വിളഞ്ഞു കാത്താകർഷണമായി നിൽക്കുന്ന വിശാല വയൽത്തടങ്ങൾ, ഈ മേഖലകൾ, ഈ ഭൂപ്രദേശങ്ങൾ 17 ശെക്കൽ വെള്ളി കൊടുത്തുകൊണ്ട് അങ്ങയുടെ ഭക്തൻ ഒരു ജയിലറയിൽ കിടന്നുകൊണ്ട് വിറയാർന്ന കരങ്ങളോടെ നീട്ടിക്കൊടുക്കുമ്പോൾ ഒരു പുതുതലമുറ ഇതുവഴി വരുമെന്നും സമ്പദ് സമൃദ്ധി കൊണ്ട് ഇവിടെ അലങ്കരിക്കപ്പെടുമെന്നൊന്നും കാണാൻ കഴിയാത്ത ഘട്ടത്തിൽ നിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചത് എത്ര ഭാഗ്യം, എത്ര ചേരോകരം. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാൻ അകക്കണ്ണുകൾ തുറക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും വിതച്ച ആ ഫലം കൊയ്യാൻ ഒരു പുതുതലമുറ ഇതുവഴി വരുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്കും പറയാം, ഇതാ ഞാൻ നിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു, നിന്റെ വാക്ക് ഞാൻ അനുസരിക്കുന്നു, നിന്റെ പ്രവൃത്തിക്കായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒത്തിരി പറയാനുണ്ട്. നമ്മുടെ സമയത്തി ഇപ്പോഴാണ് ആ വിഷയത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം എത്തിയത്.
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തകർന്നടിഞ്ഞ യുദ്ധഭീതി നേരിട്ട നെബൂഖദ്നേസർ നിരോധിച്ച രാജ്യത്തിലെ വില കുറഞ്ഞ ഭൂമി, ഒന്നും ഉണ്ടാകില്ലെന്ന് വിധി എഴുതിയ വയല് വില കൊടുത്തു വാങ്ങാൻ തമ്പുരാൻ ഇരമ്യാവോട് പറഞ്ഞു. ഭൗതിക കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ആ ഭൂമി വാങ്ങില്ല. ആർക്കും വേണ്ടാത്ത ചിലതിനെ നിന്റെ പക്കലേക്ക് തന്നിട്ട് പറയും നല്ലതാ, നീ അവിടെ തോറ്റുപോയി എന്ന് പറയാൻ പാകത്തിന് നിന്നെ ഒറ്റപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കും. നല്ലതാ, നിന്നെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും അനേക പലതും പടുത്തുയർത്തി. പക്ഷേ ഭക്തൻ തോറ്റു കൊടുക്കരുത്. ഭക്തൻ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എന്നെ ഇങ്ങനെ വഞ്ചിച്ചെങ്കിൽ, എന്നെ ഇങ്ങനെ പറ്റിച്ചെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഒരു പുതുതലമുറ ഫലം കൊയ്യാൻ വരുമ്പോൾ ഈ മരുഭൂമിയുടെ സ്ഥിതി അവൻ മാറ്റിയിരിക്കും, ഈ മണലാരണ്യത്തിന്റെ സ്ഥിതി അവൻ മാറ്റിയിരിക്കും. എന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ഹല്ലേലൂയ. ഞാൻ ഈ ചിലതരം പ്രവൃത്തികളൊക്കെ ഇങ്ങനെ വിശകലനം ചെയ്യാറുണ്ട്. ക്ഷമിക്കണം, ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പരിമിതിയുണ്ടെങ്കിലും പറയാൻ പറ്റുന്നൊരു ഭാഷയിൽ പറയാം. പണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഈ രാജ്യത്തൊരു നിയമം കൊണ്ടുവരാൻ ഇഷ്ടപ്പെട്ടു. മതപരിവർത്തന നിയമമാണ്. ഒരു OP ത്യാഗി ബില്ലും ഒക്കെ നിങ്ങൾ കിട്ടുന്നുണ്ടാവും പഴയ കാലത്ത്. കർത്തൃദാസനൊക്കെ അതേക്കുറിച്ച് വളരെ ആഴത്തിൽ അറിയാവുന്ന ആളുകളാണ്. അതിനുശേഷം മറ്റൊരു നിയമമാണ്, ഈ ക്രൈസ്തവർക്ക് മുസ്ലിങ്ങൾക്കുമൊക്കെ മക്കളേറെയാണ്, ഏറെ മക്കൾ. ഇങ്ങനെ പോയാൽ പെറ്റുപെരുകി ഒരു വലിയ ജനതയായിത്തീരും. അതുകൊണ്ട് കുട്ടികളേറിയാൽ ഒന്നല്ലേ രണ്ട് മതി, കുട്ടികൾ ഒന്നല്ലെങ്കിൽ രണ്ട് മതി എന്നാണ്. ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അടുത്ത കാലത്ത് ഒരു സംബന്ധം നടന്നു. നമ്മുടെ കൃഷ്ണയ്യർ, അതെ, അതേ മരിച്ചുപോയി. അപ്പോൾ കൃഷ്ണയ്യർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഒരു കുട്ടിയിൽ 2 കുട്ടി കൂടുതലായാൽ റേഷൻ മുടക്കണമെന്നാണ്. എനിക്കൊക്കെ പണ്ടേ റേഷൻ മുടങ്ങിയാണ്, മക്കൾ 3. അതാ സ്ഥിതി. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ജാലകത്തിലാണോ ജലീശ്വരിലാണോ ഇത് പറഞ്ഞ കൃഷ്ണയ്യരൊക്കെ 9 മക്കളാണ്. അതാ രസം. ഏതാ ഈ 2 മതിയെന്ന് എഴുതിയവരൊക്കെ 9 മക്കൾ. അപ്പം ഞാൻ എഴുതിയൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ പിന്നിൽ എല്ലാ പ്രൈവറ്റ് ബസ്സിൻ്റെയും KSRTCയിലൊക്കെ പിന്നിൽ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്. സ്പീഡ് ലിമിറ്റ് ഇൻ ടൗൺ 35 കിലോമീറ്റേഴ്സ്. ടൗണിൽ കൂടി 35 കിലോമീറ്റർ കൂടിയ വേഗത്തിൽ വണ്ടി ഓടിക്കരുത്, ശിക്ഷാർഹം. കണ്ടിട്ടുണ്ടോ? ഇതെവിടെ എഴുതിയിരിക്കുന്നത്? വണ്ടിയുടെ ബാക്കിൽ. എന്തിനാ ബാക്കിൽ എഴുതുന്നറിയോ? പുറകെ വരുന്നവൻ വായിച്ച് മര്യാദ ഓടിച്ചോണമെന്ന്. ഞാൻ എൻ്റെ വേഗത്തിൽ പോകുന്നു. മനസ്സിലായോ കൃഷ്ണയ്യരെ? പിടികിട്ടിയോ? ഇതാണെന്ന് ആ കാലത്തൊരു സംഭവം നടന്ന പറയാനാ. അന്ന് ഇന്ത്യ ഭരിച്ചൊരു ഭരണാധികാരിയുടെ മകൻ, അദ്ദേഹം മന്ത്രിയും ഒന്നുമല്ല, പക്ഷെ അദ്ദേഹം പറയുന്ന പോലെ ഇന്ത്യ കൂടുതലായിരുന്നു. അയാൾ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെ മന്ത്രിയൊക്കെ വരച്ച വരയിൽ നിർത്തി ഒരു ബദൽ രാജ്യമായി ഭരണം നടത്തുക. ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തു പോകുന്ന കുട്ടികളെ, മുസ്ലിം കുട്ടികളെ, ക്രൈസ്തവ കുട്ടികളെയൊക്കെ പിടിച്ച് പ്രൊഫസേഴ്സിനെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെ, വിവാഹം പോലും കഴിയാത്തവരെ നിർബന്ധിത വന്ധ്യകരണം നടത്തി. ഭയങ്കര രക്തച്ചൊരിച്ചിലുണ്ടായി, വലിയ കലാപങ്ങളുണ്ടായി. മനസ്സിലാക്കണം. ഇനി മറ്റൊരു സംഭവം പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. പഴയ ആൾക്കാർക്ക് മനസ്സിലാകും, പുതിയ പിള്ളേർക്ക് പിടിയിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രസവിക്കാനുള്ള അമ്മയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നിയമം പാസാക്കി ദൈവം കൽപ്പിച്ചാക്കിയ അനുഗ്രഹത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ഭരണാധികാരിക്ക് എന്തു പറ്റി അറിയണോ? സ്വന്തം അംഗരക്ഷകൻ ഗർഭാശയത്തിലേക്ക് തീയുണ്ടകൾ വർഷിച്ചു. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തി ഗർഭാശയം കീറി മുറിച്ച് വെടിയുണ്ടകൾ വാരി പുറത്തിട്ടു. നിങ്ങൾക്കറിയാവോ? ഒരു മകൻ ആകാശത്ത് അസ്തമിച്ചു, ഒരു മകൻ പെരുവഴി ഓരത്ത് തീർന്നു. കൊച്ചുമക്കൾ പോലും ഇല്ല, ഉള്ളവൻ കടലിൽ ചാടി. നീ എവിടെ പൊങ്ങുന്നൊന്നും അറിയില്ല. എന്താണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? ചുമ്മാ കളിക്കരുത് തമ്പുരാൻ്റെ നേരെ. ഇത് പറയാനായി പറഞ്ഞു.
ഇതാരെടുത്താ കളിക്കുന്നത്? കാരണം നമ്മൾ ഒറ്റപ്പെട്ടവരാന്നൊക്കെ ധരിക്കാതെ, നമ്മൾ ശക്തിയില്ലാത്തവരാന്നൊക്കെ ധരിക്കാതെ നമ്മൾ ആരാൻ ധരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ചിലതിനെ വീക്ഷിക്കുന്നു, ദൈവം ചിലതിനെ ദർശിക്കുന്നു, അവൻ സകലത്തിലും സാക്ഷിയായിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? അവിടുത്തെ വലിയ പ്രവൃത്തി സമയമാകുമ്പോൾ നിർവഹിക്കാം. എനിക്ക് ഉപസംഹരിച്ച പറ്റൂ. ഇരമ്യാവേ, നീ ഈ സ്ഥലം വില കൊടുത്തു വാങ്ങണം. നിന്റെ ഇളയപ്പൻ്റെ മകൻ്റെ സ്ഥലം. ഞാൻ ഇവിടെ നിന്ന് പോയി എന്ന് പറയാൻ വേണ്ടിയല്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരാളുമല്ല, നിങ്ങൾക്കറിയാം. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഞാൻ പഠനം നടത്തിയ ഇത്തരം സ്ഥലങ്ങളിൽ പോകാറുള്ളൂ. നേരത്തെ പഠിക്കും, അവിടെ ചെന്നിട്ട് പഠിക്കുന്നതിൽ കണ്ട് മനസ്സിലാക്കണം. ജോഗ്രഫിക്കലി ഇതെന്താ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ട് ഇവിടെയൊക്കെ ചെന്നൊന്ന് വിശദീകരിക്കാൻ നിൽക്കുമ്പോൾ വാക്ക് കിട്ടില്ല. കാരണം ഈ തിരുവെഴുത്തിൽ പറഞ്ഞ പ്രവചനത്തിൻ്റെ ദൃഢത, അതിൻ്റെ കരുത്തും ശക്തിയും, ഇതാ നീ കരങ്ങളിൽ എന്തിയതെങ്കിൽ, ഇതിലാ നിന്റെ വിയർപ്പ് വീണതെങ്കിൽ, ഇതാണ് അപ്പൻ മരിക്കാൻ നേരം നിന്നെ വരമേൽപ്പിച്ചതെങ്കിൽ, അപ്പൻ മരിക്കുമ്പോൾ നിനക്കിതാ തരാനിരിക്കുന്നതെങ്കിൽ, വിലപിടിപ്പുള്ള ഈ നിധി കാട്ടിക്കെട്ട് പറയാം, കാലമെത്ര കഴിഞ്ഞാലും എന്റെ പ്രശ്നങ്ങളെ, എന്റെ കഷ്ടതകളെ കണ്ടിട്ട് എനിക്ക് വേണ്ടി ഇരട്ടിക്കരുത്തോടെ പ്രവർത്തിക്കുന്ന മഹാദൈവത്തിന്റെ വാഗ്ദത്തം ഞാൻ ഇതിന്റെ ഉള്ളിൽ കാണുന്നു. ഇന്ന് ഏറ്റവും അധികം പഴങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമാണ്. ഈ പഴങ്ങളെക്കുറിച്ചൊന്ന് പറയാനുണ്ട്. ഇവരൊക്കെ ഈ സ്ഥലങ്ങളിലെ ഈ പച്ചക്കറി തോട്ടങ്ങളും ഈ പഴത്തോട്ടങ്ങളും ഒക്കെ കാണാൻ നമുക്ക് അവസരമുണ്ട്. മുന്തിരിക്കുലകളൊക്കെ കാണുമ്പോൾ നമുക്കിത് അടിച്ചു മാറ്റാൻ തോന്നും. മലയാളിയല്ലേ, എങ്ങനെയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മളെ ആളുകൾ ഈ കല്യാണത്തിന് മലയാളി കയറുന്നത് എങ്ങനെ? മെയിൻ വാതിൽ കൂടെ കയറുകയല്ല, നുഴഞ്ഞൊരു കയറ്റമാണ്. ആ ഫ്രണ്ടിൽ കൂടെ പോകാൻ ഏതാണ്ടൊരു മടി പോലെ. അപ്പോൾ അതുപോലെ ഇത്, പക്ഷെ അവിടെ അത് നമ്മൾ പറിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ സൗജന്യമായിട്ട് തരും. അവിടെ വച്ചിരിക്കുക, അഞ്ഞു വാ, എന്തോ വേണം, പഴം, മുന്തിരി, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ക്വാളിറ്റി തിരിച്ച് വെച്ചിട്ടുണ്ട്. അവരെങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നറിയോ? ഈ തിന്നവനറിയാം ഇതൊരു വെട്ടി കൊണ്ടുപോയാൽ കൊള്ളാമെന്ന്. മനസ്സിലായോ? ചുമ്മാ എൻഡോസൾഫാനൊന്നുമല്ല, വിഷമൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ക്വാളിറ്റി സാധനം, നല്ല ആപ്പിളുകൾ, ഏറ്റവും നല്ലതാണ് അവിടെ വിൽക്കുന്നത്. നമുക്കെല്ലാം സൗജന്യമായി യാത്രക്കാർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഇതേ ഉള്ളൂ. നമ്മൾ ഈ ചില ആളുകൾ ആദ്യ റൗണ്ടിലെ ഗംഭീര ബോളിംഗ് ആയിരിക്കും, പിന്നെ കഴിക്കാൻ പറ്റുകയില്ല. മനസ്സിലായോ? അതാ പ്രശ്നം. വ്യത്യസ്തതയുള്ള പഴങ്ങൾ, ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നേ. ഈ വാഗ്ദത്തം ചിലത് താമസിക്കുമ്പോൾ നമ്മളിത് ഇട്ടിട്ട് പോകും. നമ്മൾ ഇട്ടിട്ട് പോയാലും അവൻ ഇട്ടിട്ട് പോവില്ല. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിയാട്ടെ, വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ കേട്ട ദൂതും ആലോചനയും എത്ര വലുതാ. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും അത് നിറവേറിയില്ലല്ലോ, അത് സംഭവിച്ചില്ലല്ലോ. എന്താണ് സംഭവിക്കാൻ തടസ്സം? ഭാരപ്പെടരുത്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര താമസിച്ചാലും അത് വരും നിശ്ചയം. അത് തെളിവായി ഫലകത്തിൽ എഴുതി സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇന്ന് രാത്രി നമുക്ക് തയ്യാറാകാം. എല്ലാ കണ്ണുകളും അടച്ചട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയട്ടെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ ഹൃദയത്തിൽ കണ്ടാട്ടെ. കാലവിളംബമന്യേ നമ്മെ ചേർക്കാൻ വരുന്ന നമ്മുടെ കാന്തനായവൻ, നമ്മുടെ പ്രാണപ്രിയനായവൻ, നമ്മുടെ കർത്താവായവൻ, നമ്മുടെ ജയാളിയായവൻ, അവൻ നമ്മെ ചേർക്കാൻ കടന്നു വരുമ്പോൾ ആ നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ അവൻ നമുക്ക് പരമേൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് അവിടുത്തെ സേവനത്തിൽ വ്യഗ്രത കൊണ്ട് മുന്നേറാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപയും പ്രാപ്തിയും തരട്ടെ. അവിടുന്ന് നമ്മെ ശക്തീകരിക്കട്ടെ, അവിടുന്ന് നമ്മെ ബലപ്പെടുത്തട്ടെ. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ താഴുന്നു. അനാഥത്വത്തിലെ നിലത്ത് പലരും തള്ളിക്കളഞ്ഞിട്ട് വേണ്ടാത്ത മണ്ണ്, ജയിലിൽ കിടക്കും വേളയിൽ ഇല്ലാത്ത പണം മുടക്കി 17 ശേക്കലിന് വാങ്ങിയവന് നഷ്ടം വരാതെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് തൂക്കിക്കൊടുക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല അത് തലമുറയ്ക്കുള്ള നിക്ഷേപം. സ്നേഹിത, നീ കരനീട്ടിക്കൊടുത്തത് തലമുറയ്ക്കുള്ള നിക്ഷേപം. ഞാൻ കരനീട്ടിക്കൊടുത്തത് തലമുറയ്ക്കുള്ള നിക്ഷേപം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ അങ്ങ് ഞങ്ങൾക്ക് തരുന്നത് ശ്രേഷ്ഠകരമായ നിക്ഷേപം. ഹല്ലേലൂയ. 10 മടങ്ങ് തരുന്നവന്റെ മുമ്പിൽ എടുത്തു വരാ. പരിശുദ്ധനെ, ഞങ്ങൾ തിരുമ്പാകണയുന്നു. അവന്റെ അരികിലേക്ക് അടുത്ത് വന്നാട്ടെ, ഹൃദയമുയർത്തിയാട്ടെ. ഇമ്മാനുവേലായവനെ,
പരിശുദ്ധനെ, ശ്രേഷ്ഠനെ, ഓ എന്നും ഇല്ല ഇല്ല എന്നും പറഞ്ഞവനെ ഞങ്ങളിതാ നമിക്കുന്നു. അവൻ്റെ അരികിൽ വരാൻ പ്രിയരെ, സഹോദരേ, ആ പാദങ്ങളിൽ മുത്ത വിശ്വാസത്താൽ കണ്ടാട്ടെ. തലമുറ തിരികെ വരുന്നത്, വിലപേശി വിൽക്കുന്നത്, ഈ ഭൂമിയിൽ വാഗ്ദത്തം സ്ഥാപിക്കുന്നത്, അടഞ്ഞ ആധാരം തുറക്കുന്നത്, അവകാശം സ്ഥിരീകരിച്ചെടുക്കുന്നത്, ഒന്ന് പറഞ്ഞു വിടാ. ഇനി വരാൻ പോകുന്ന ആത്മീയന്റെ തലമുറയുടെ അനുഗ്രഹത്തിന്റെ മുഖം അവൻ മാറ്റിയിരിക്കും. നിന്റെ അപമാനങ്ങളെ അവൻ മാറ്റിയിരിക്കും. നിന്റെ പരിമിതികളെ അവൻ മാറ്റിയിരിക്കും. പുത്തൻ ഊർജത്തോടെ, ശക്തിയോടെ, ചൈതന്യത്തോടെ, കരികനെ പോലെ ചിറകടിച്ച് പുതുകത്തക്കവണ്ണം ഒരു പുതിയ നിയോഗം, ഒരു പുതിയ ബലം ഉയരത്തിൽ പ്രാപിച്ച് സടകുടൻ എഴുന്നേറ്റ് പൊരുതാൻ നമുക്കിത് അഗത്യല്ല. കർത്താവേ, വചനം കേട്ട എവരെയും പുത്തന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വചനം വിടുതലാകണം, വചനം രോഗശാന്തിയാകണം, വചനം അത്ഭുതമാകണം, വചനം ഉന്മേഷമാകണം. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ അടിയങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.